കുരുക്ഷേത്ര യുദ്ധം 18 ദിവസങ്ങൾ നീണ്ടു നിന്നിരുന്ന ആ മഹായുദ്ധത്തിൻ്റെ അന്ത്യം. ഭീമസേനൻ ദുര്യോധനനെ വീഴ്ത്തിയതിനു ശേഷം മുതലുള്ള സംഭവങ്ങളാണ് പറഞ്ഞു തുടങ്ങാൻ പോകുന്നത്. ഈ വീഡിയോ അവസാനം വരെ കാണുക. കാരണം ഈ സീരീസിലെ ഏറ്റവും പ്രത്യേകതയുള്ള എപ്പിസോഡ് ഈ എപ്പിസോഡ് തന്നെയാണ്. നമുക്ക് നോക്കാം കുരുക്ഷേത്രം എന്ന ഈ സീരീസിൻ്റെ 40ാമത്തെ എപ്പിസോഡ്. നമസ്കാരം, ഞാൻ വൈശാഖ്. ടെലിസ്കോപ്പിലേക്ക് സ്വാഗതം. കുരുക്ഷേത്ര ഭൂമിയിൽ ദുര്യോധനൻ്റെ നിലവിളി മുഴങ്ങിക്കേട്ടു. എല്ലാവരും അവർ ഇരുന്ന സ്ഥലത്തുനിന്ന് ചാടി എണീച്ചു. ബലഭദ്രൻ മാത്രം അവിടെ നിന്ന് എണീറ്റതേയില്ല. എല്ലാവരും ഒരത്ഭുതത്തോടുകൂടി നോക്കി നിൽക്കുകയാണ്. കാരണം അവർക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല എന്താ സംഭവിച്ചതെന്ന്. ഭീമസേനൻ തൻ്റെ ഗദ കൊണ്ട് ദുര്യോധനൻ്റെ തുടയിൽ പ്രഹരിച്ചാണ് വീഴ്ത്തിയിരിക്കുന്നത്. ശേഷം ഭീമസേനൻ അവിടെ നിന്നുകൊണ്ട് ഉറക്കെ ഗർജിച്ചു, അട്ടഹസിച്ചു. എന്നിട്ട് പറഞ്ഞു, ദുര്യോധന, അന്ന് സഭയിൽ വെച്ച് നമ്മളെ എല്ലാവരെയും നീ നാണം കെടുത്തിയതിനു ശേഷം പറഞ്ഞതോർമ്മയുണ്ടോ? പശുക്കളെന്ന്, ജീവികളെന്ന്. ഇന്ന് ആരടാ അവസ്ഥയിലെത്തിയേക്കുന്നത്? ഇന്ന് ആരടാ വെറും ജീവികളായി കിടക്കുന്നത്? നീ തന്നെ എന്നും പറഞ്ഞ് ദുര്യോധനൻ്റെ ശിരസിൽ ഭീമസേനൻ ചവിട്ടി. എന്നിട്ട് വീണ്ടും പറഞ്ഞു, ദുഃഖിതരായി നിന്ന നമ്മളെ നോക്കി എല്ലാവരും അട്ടഹസിക്കുകയാണ് ചെയ്തത്. ഇന്ന് നമ്മൾ അട്ടഹസിക്കുകയാണ് ദുര്യോധന എന്നും പറഞ്ഞ് വീണ്ടും കാലുമടക്കി ദുര്യോധനൻ്റെ ശിരസിലേക്ക് ചവിട്ടി. കണ്ടുകൊള്ളൂ, ഇവിടെ അരങ്ങേറിയത് ദ്രൗപദിയുടെ തപസ്സിൽ നിന്നുണ്ടായ യാദാഗ്നിയിൽ എല്ലാം വെന്ത് വെണ്ണീറായതാണ്. ദ്രൗപദിയുടെ തപസ്സിൻ്റെ ഫലമായാണ് ഇവരെല്ലാവരും മൂച്ചൂട് മുടിഞ്ഞിരിക്കുന്നത്. ദ്രൗപദിയുടെ തപസ് ഇതാ പൂർണ്ണമാക്കിയിരിക്കുന്നു. 100 ധാർത്തരാഷ്ട്രന്മാരും ഇവിടെ പതിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് ഭീമൻ വീണ്ടും തൻ്റെ കാലൂന്നി. യുധിഷ്ഠിരൻ പറഞ്ഞു, ഭീമ, നിർത്ത്. നീ ചെയ്യുന്നത് ശരിയല്ല. ഇതുവരെ നിന്നെ എല്ലാവരും വാഴ്ത്തിയിരുന്നത് ധർമ്മം അറിയുന്നവനെന്നാണ്. എന്നാൽ ഇപ്പോൾ നീ ചെയ്യുന്നത് ധർമ്മത്തിന് ചേർന്ന കാര്യമല്ല. ആ കിടക്കുന്നത് നിൻ്റെ ശത്രു മാത്രമല്ല, ഒരു രാജാവാണ്. അതിലുപരി അവൻ നമ്മുടെ ബന്ധുവാണെന്നും കൂടെ ആലോചിച്ചു കൊള്ളുക. നീ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു. ഭീമൻ പല്ലിറുമിക്കൊണ്ട് തൻ്റെ കാല് താഴ്ത്തി. ഈ സമയം അവിടെ ഇടിമുഴക്കം പോലൊരു ശബ്ദം കേട്ടു. അധർമ്മമാണ് പ്രവർത്തിച്ചിരിക്കുന്നത്. ആ ശബ്ദം കേട്ട് എല്ലാവരും തിരിഞ്ഞു നോക്കി. കാരണം ആകാശത്തുണ്ടാകുന്ന ഇടിമുഴക്കത്തെക്കാട്ടിയും ഭയാനകമായിരുന്നു ആ ശബ്ദത്തിൻ്റെ മുഴക്കം. എല്ലാവരും വെട്ടിത്തിരിഞ്ഞ് ഭയത്തോടുകൂടി നോക്കിയപ്പോൾ വെളുത്ത നിറത്തിലുള്ള, ദേഹം നിറവച്ചു പേശികളുള്ള ആ ഒരു രൂപം, വിരിഞ്ഞ നെഞ്ചുകളും ഗതപോലത്തെ തോടുകളുമുള്ള ആ ദേഹം, നീലവസ്ത്രങ്ങൾ അണിഞ്ഞിരിക്കുന്ന ദേഹം, അദ്ദേഹം കയ്യിൽ കലപ്പ ഇങ്ങനെ മുറുക്കി പിടിച്ചിട്ടുണ്ടായിരുന്നു. സാക്ഷാൽ ബലരാമനായിരുന്നു. ബലരാമൻ ഉടനെ പറഞ്ഞു, ഭീമസേന, നീയും എൻ്റെ ശിഷ്യനാണ്, അവനും എൻ്റെ ശിഷ്യനാണ്. എന്നാൽ ഇപ്പോൾ നീ ചെയ്തേക്കുന്നത് അധർമ്മത്തിൻ്റെ പരകോടിയല്ലേ? നീ ചെയ്തത് ശരിയാണ്. യഥായുദ്ധത്തിൽ അരയ്ക്ക് താഴോട്ട് പ്രഹരിക്കാൻ പാടില്ല എന്ന് നിനക്കറിയത്തില്ലേ? നീ ദുര്യോധനൻ്റെ തുടതല്ലിയാണ് പൊളിച്ചിരിക്കുന്നത്. ഇത് ശരിയായിട്ടുള്ള കാര്യമല്ല ഭീമസേന എന്ന് പറഞ്ഞു. ഭീമൻ ഒരക്ഷരം മിണ്ടിയില്ല. വീണ്ടും ബലഭദ്രൻ പറഞ്ഞു, ദുര്യോധനൻ നേരെയാണ് പോരാടിയത്. ധർമ്മത്തിൻ്റെ രീതിക്കാണ് ദുര്യോധനൻ ഈ ഗദായുദ്ധത്തിൽ പങ്കെടുത്തത്. എന്നിട്ട് നീ അധർമ്മത്തിൻ്റെ മാർഗത്തിൽ അവനെ വധിച്ചിരിക്കുന്നു. അവൻ്റെ അരയ്ക്ക് താഴെ നീ പ്രഹരിച്ചിരിക്കുന്നു. ഇതിന് ഞാൻ നിന്നോട് ക്ഷമിക്കത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് ബലഭദ്രൻ തൻ്റെ കയ്യിലെ കലപ്പയെടുത്തുയർത്തി ഭീമസേനൻ്റെ നേരെ ഓങ്ങിയെടുത്തു. ഈ സമയം ബലഭദ്രൻ്റെ വെളുത്ത നിറമുള്ള കൈകളിലേക്ക് ആ കാർമുകിൽ വർണ്ണമുള്ള കൈകൾ വന്നങ്ങ് പിടിച്ചു. ബലഭദ്രൻ തിരിഞ്ഞു നോക്കിയപ്പോൾ തൻ്റെ അനുജനായ ശ്രീകൃഷ്ണനായിരുന്നു. ബലഭദ്രൻ ശ്രീകൃഷ്ണനോട് ചോദിച്ചു, കണ്ണാ, നീ എന്താണ് ഈ കാണിക്കുന്നത്? ഉടനെ ശ്രീകൃഷ്ണസ്വാമി പറഞ്ഞു, ജ്യേഷ്ഠ, ശാന്തനായാലും പാണ്ഡവർ നമ്മുടെ ബന്ധുജനങ്ങളല്ലേ, നമ്മുടെ അമ്മായിയുടെ പുത്രന്മാരല്ലേ. അങ്ങയുടെ ക്രോധമടക്കിയാലും ക്ഷത്രിയർക്ക് അവരുടെ സത്യപ്രതിജ്ഞ പൂർത്തിയാക്കുക എന്നുള്ളത് അവരുടെ ധർമ്മം തന്നെയല്ലേ. അങ്ങ് മറന്നുപോയെങ്കിൽ ഒരു കാര്യം ഞാൻ അങ്ങയെ ഓർമ്മിപ്പിക്കാം. അന്ന് ആ സഭയിൽ വെച്ച് ദ്രൗപദി അത്രത്തോളം അപമാനിതയായപ്പോൾ അതിനൊക്കെ കാരണക്കാരനായ ദുര്യോധനനെ നോക്കിയിട്ട് ഭീമസേനൻ പറഞ്ഞ ഒരു സത്യപ്രതിജ്ഞയുണ്ട്. ഭീമസേനൻ തൻ്റെ ഗദ കൊണ്ട് ദുര്യോധനൻ്റെ തുട തന്നെ തകർക്കുമെന്ന്. മാത്രമല്ല, ദുര്യോധനന് മൈത്രയൻ എന്ന് പറയുന്നൊരു മുനിയിൽ നിന്നും ശാപം ലഭിച്ചിട്ടുണ്ട്. ദുര്യോധനൻ്റെ തുട ഭീമൻ്റെ ഗദയാൽ തകർക്കപ്പെടും എന്നുള്ള ശാപം. അത് ഫലിക്കുക മാത്രമേ ഇവിടെ ചെയ്തുള്ളൂ ജ്യേഷ്ഠ എന്ന് പറഞ്ഞു. ദുര്യോധനൻ ചെയ്ത പാപങ്ങളിലേക്ക് വെച്ച് ഏറ്റവും വലിയ തെറ്റ് അത് തന്നെയാണ്. ആ ഒരു ചൂതുസഭയിൽ വെച്ചിട്ട് ദുര്യോധനൻ തൻ്റെ കസിൻസിൻ്റെ വൈഫിൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യമാണ്. എന്താണ്? ദ്രൗപദിയെ നോക്കിയിട്ട് ഇടത്തേക്കാല് പൊക്കി തൻ്റെ ധോത്തി പതുക്കെ മാറ്റിയിട്ട് നഗ്നമായിട്ടുള്ള തുട ദ്രൗപദിക്ക് മുന്നിൽ വെച്ചിട്ട് ഇങ്ങനെ തട്ടിക്കാണിച്ചു ഇവിടെ വന്നിരിക്കാൻ. അപ്പോൾ അത് കണ്ടു നിന്ന 4 പാണ്ഡവരൊന്നും പറഞ്ഞില്ല. പക്ഷേ ഭീമസേനൻ
ഇങ്ങനൊരു പ്രതിജ്ഞ എടുക്കുകയുണ്ടായി അന്ന് ആ സഭയിൽ വെച്ചിട്ട്. പക്ഷേ കൃഷ്ണൻ പറഞ്ഞ ഈ കാര്യം കേട്ടിട്ട് ബലഭദ്രൻ്റെ ക്രോധമടങ്ങുന്നില്ല. ബലഭദ്രൻ പറഞ്ഞു, ഇല്ല, ഭീമസേനൻ ചെയ്തത് അധർമ്മം തന്നെയാണ്, അത് അധർമ്മമാണ്, ഏത് രീതിക്ക് നോക്കിയാലും അധർമ്മമാണെന്ന് പറഞ്ഞു. അപ്പോൾ ഉടനെ തന്നെ കൃഷ്ണൻ പറഞ്ഞു, ജ്യേഷ്ഠ, അങ്ങയുടെ ദേഷ്യം നിയന്ത്രിക്കാൻ കഴിയുമെന്ന് എല്ലാവരും പറയുന്നൊരു കാര്യമാണ്. ഈ സമയം അങ്ങത് നിയന്ത്രിക്കേണ്ടതാണ്. ഓർക്കുക, ദ്വാപരയുഗം അവസാനിക്കാറായി, കലിയുഗം വരാൻ പോവുകയാണ്. അതിനു മുമ്പ് പാണ്ഡവർക്ക് അവർ ചെയ്യേണ്ട കർമ്മങ്ങൾ ചെയ്തേ മതിയാവുള്ളൂ. അങ്ങത് ഓർക്കുക എന്ന് പറഞ്ഞു. ഈ സമയം തൻ്റെ ക്രോധമടക്കാൻ കഴിയാതെ ഒരു സർപ്പത്തെപ്പോലെ ചീറിക്കൊണ്ട് ബലഭദ്രൻ അവിടെ നിന്നു. എന്നിട്ട് തൻ്റെ കലപ്പ താഴ്ത്തി അതിൽ മുറുക്കെ പിടിച്ചിട്ട് പറഞ്ഞു, ദുര്യോധനൻ ആത്മാവിൽ ധർമ്മത്തെ വെച്ചുകൊണ്ട് തന്നെയാണ് ഈ ഗദായുദ്ധത്തിൽ പങ്കെടുത്തത്. ദുര്യോധനൻ ആത്മാവിൽ ധർമ്മത്തെ വെച്ചുകൊണ്ട് തന്നെയാണ് ഈ യുദ്ധത്തിൽ പോരാടിയതും. പക്ഷേ ഭീമസേനൻ അവനെ വീഴ്ത്തിയത് അധർമ്മത്തിൻ്റെ മാർഗത്തിലായിരിക്കും. അങ്ങനെ തന്നെ ഭീമസേനൻ പ്രശസ്തനാവുകയും ചെയ്യും. അധർമ്മത്തിൻ്റെ പാതയിൽ ദുര്യോധനനെ നേരിട്ടവൻ എന്ന് തന്നെ അറിയപ്പെടും. അതത്ര തന്നെയാണ് എന്നും പറഞ്ഞ് ക്രോധത്തോടുകൂടി ബലഭദ്രൻ തൻ്റെ രഥത്തിൽ കയറി അവിടെ നിന്ന് പോയി. എന്നിട്ട് അവിടെ നിന്നിരുന്ന ആളുകൾ ആദ്യം ഭീമൻ ദുര്യോധനൻ്റെ തലയിൽ ചവിട്ടിയതിനെ അവർ അനുകൂലിച്ചില്ലെങ്കിൽ പോലും ഈ യുദ്ധത്തിൽ ഭീമസേനൻ ദുര്യോധനനെ പരാജയപ്പെടുത്തിയത് അവർക്കെല്ലാവർക്കും സന്തോഷമുളവാക്കി. അവരവിടെ നിന്നുകൊണ്ട് ഭീമസേനനെ പുകഴ്ത്താനൊരുങ്ങി. എന്നാൽ അതിൻ്റെ കൂട്ടത്തിൽ ദുര്യോധനനെ അപമാനിക്കാനൊരുങ്ങിയ സമയത്ത് ശ്രീകൃഷ്ണൻ അവരെ എല്ലാവരെയും തടഞ്ഞു. എന്നിട്ട് പറഞ്ഞു, വീരന്മാരെ, പരാജിതനായി നിലത്ത് കിടക്കുന്ന ഒരുവനെ വീണ്ടും അപമാനിക്കുന്നത് ശോഭനീയമായ കാര്യമല്ല. അത് വധിക്കപ്പെട്ട ഒരുവനെ വീണ്ടും വധിക്കാൻ ശ്രമിക്കുന്നതിന് തുല്യമാണ്. അതുകൊണ്ട് മതിയാക്കൂ. അവൻ അർഹതപ്പെട്ടതവന് കിട്ടിക്കഴിഞ്ഞു. അവനെ ഇവിടെ പരാജയപ്പെടുത്തിയത് വിധിയാണ്, അവൻ്റെ കർമ്മങ്ങളുടെ ഫലമാണ് അവൻ അനുഭവിക്കുന്നത് എന്ന് വാസുദേവൻ ശ്രീകൃഷ്ണൻ പറഞ്ഞു. ഈ സമയം ദുര്യോധനൻ കിടന്നിരുന്ന സ്ഥലത്തു നിന്ന് ഒരു ശബ്ദം കേട്ടു. കംസൻ്റെ അടിമയുടെ മകനല്ലേ നീ? നീ ഇതും ചെയ്യും, ഇതിൻ്റെ അപ്പുറവും ചെയ്യും. കൃഷ്ണന് പതുക്കെ ദേഷ്യം വന്നു, പക്ഷെ നിയന്ത്രിച്ചു. വീണ്ടും ദുര്യോധനൻ പറഞ്ഞു, ഗദായുധത്തിൽ നേരായ പാതയിൽ എന്നെ തോൽപ്പിക്കാൻ കഴിയത്തില്ലെന്നുള്ളത് കൊണ്ടല്ലേ അധർമ്മത്തിൻ്റെ പാത സ്വീകരിച്ച് എന്നെ വീഴ്ത്തിയത്. നീ അർജുനൻ്റെ കാതിൽ മന്ത്രിച്ചു കൊടുത്തതൊന്നും എനിക്കറിയില്ലെന്നാണോ നീ വിചാരിച്ചേക്കുന്നത്? എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആ 4 മഹാരഥന്മാർ അവർ ഈ ഭൂമിയിലെ അതിരഥന്മാരാണ്. ഭീഷ്മർ, ദ്രോണർ, കർണൻ, ഭൂരിശ്രവസ്, അവരെ 4 പേരെയും അധർമ്മത്തിലൂടെയല്ലേ നിങ്ങൾ വധിച്ചത്? നീ ചെയ്തതെല്ലാം അധർമ്മമാണ്, അധർമ്മത്തിലൂടെയാണ് നീ ജയിച്ചത് എന്നും പറഞ്ഞ് ദുര്യോധനൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന സമയത്ത് ശ്രീകൃഷ്ണസ്വാമി പറഞ്ഞു, മൗനം പാലിച്ചാലും ഗാന്ധാരി പുത്ര, കർണൻ വധിക്കപ്പെട്ടുവെങ്കിൽ നീ ചൂണ്ടിക്കാട്ടിയ അനീതിയുടെ പാതയിൽ നടന്നതുകൊണ്ടാണ് അവൻ വധിക്കപ്പെട്ടത്. നീ അധർമ്മത്തെക്കുറിച്ച് പറയുന്നുവല്ലോ, നീ ചെയ്തത് എന്തൊക്കെയെന്ന് ഞാൻ പറയാം. കുട്ടിക്കാലത്ത് ഭീമസേനന് നീയും നിന്റെ അമ്മാവനും കൂടെ ചേർന്നല്ലേ ഭക്ഷണത്തിൽ വിഷം കലർത്തി നൽകിയത്. അരക്കില്ലത്തിലിട്ട് നിന്റെ ബന്ധുജനങ്ങളെ വധിക്കുവാനായി നീ ശ്രമിച്ചു. അവളുടെ ആർത്തവ കാലഘട്ടത്തിൽ മുടിക്ക് കുത്തിപ്പിടിച്ചു കൊണ്ടുവരാനും വിവസ്ത്രയാക്കുവാനുമെല്ലാം നീ സാക്ഷിയായി നിന്നു. ഇതെല്ലാം നിന്റെ സമ്മതത്തോടു കൂടിയല്ലേ ദുര്യോധന അരങ്ങേറിക്കൊണ്ടിരുന്നത്. മാത്രമല്ല, ശേഷം എന്തെല്ലാം തെറ്റുകൾ നീ ചെയ്തിരിക്കുന്നു. മാത്രമല്ല, അഭിമന്യുവിൻ്റെ കാര്യം നീ മറന്നുപോയോ? ബാലനായിരുന്ന അവനെ എത്ര മഹാരഥന്മാർ കൂടി ചേർന്നാണ് വധിച്ചത്. അഭിമന്യുവിന് കിട്ടാതിരുന്ന ധർമ്മം നിനക്കും വേണ്ട എന്ന് കൃഷ്ണൻ്റെ മറുപടി. ഇത് കേട്ട ദുര്യോധനൻ പറഞ്ഞു, ഞാൻ സകല സുഖങ്ങളും അനുഭവിച്ചു തന്നെയാണ് ജീവിച്ചത്. ഭൂമി മുതൽ കടൽ വരെ ഞാൻ ഭരിച്ചു. ദേവതകൾക്ക് മാത്രം കിട്ടുന്ന സന്തോഷങ്ങൾ എനിക്ക് ലഭിച്ചു. നേട്ടങ്ങൾ ഞാൻ നേടി. ക്ഷത്രിയനായി പോരാടി. ക്ഷത്രിയനായി തന്നെയാണ് ഞാൻ വീഴുകയും ചെയ്തത്. എനിക്ക് സ്വർഗം കിട്ടും. അതുകൊണ്ട് തന്നെ ഞാൻ ഭാഗ്യവാനാണ്. എന്നേക്കാൾ ഭാഗ്യവാൻ മറ്റാരാണുള്ളത് എന്ന് ദുര്യോധനൻ പറഞ്ഞു. ദുര്യോധനൻ ഈ വാക്കുകൾ പറഞ്ഞ് അവസാനിപ്പിച്ച ആ സമയം ആകാശത്തു നിന്ന് പുഷ്പവൃഷ്ടിയുണ്ടായി. പുഷ്പവൃഷ്ടി ഉണ്ടായെന്ന് മാത്രമല്ല, അവിടെ എങ്ങും സുഗന്ധം പടർന്നു. ദേവതകളും അപ്സരസുകളും സിദ്ധന്മാരും എല്ലാവരും ഇങ്ങനെ പുകഴ്ത്തി. ഇതെല്ലാം കേട്ട് പാണ്ഡവർ അവരുടെ തല താഴ്ത്തി. ഭീഷ്മരുടെയും ദ്രോണരുടെയും കർണൻ്റെയും ഭൂരിശ്രവസിൻ്റെയും വധം അതോർത്ത് പാണ്ഡവർ ദുഃഖിച്ചു. ഇത് കണ്ട കൃഷ്ണൻ അവരെ നോക്കിയിട്ട് പറഞ്ഞു, ദുഃഖിക്കേണ്ട യാതൊരുവിധ കാര്യവുമില്ല. അവർ 4 പേരും ശ്രേഷ്ഠരായ യോദ്ധാക്കൾ തന്നെയായിരുന്നു. ഈ യുദ്ധത്തിൽ നേരായ മാർഗത്തിൽ നമുക്കവരെ ഒരുപക്ഷെ വീഴ്ത്താൻ കഴിഞ്ഞുവെന്ന് വന്നിരിക്കത്തില്ല. മാത്രമല്ല, ദുര്യോധനൻ ഗദയേന്തി നിൽക്കുമ്പോൾ അവൻ ഗംഭീരമായി തന്നെയായിരിക്കും പോരാടുന്നത്. അവനെ വീഴ്ത്തുക എന്നുള്ളതും അസാധ്യമുള്ള കാര്യം തന്നെയാണ്. ഈ ചെയ്തതിൽ തെറ്റൊട്ടും കണക്കാക്കണ്ട. കാരണം ദേവദാനവ യുദ്ധത്തിൽ പോലും ശത്രുക്കളുടെ എണ്ണം അസംഖ്യമാകുമ്പോൾ അവിടെ തന്ത്രം പ്രയോഗിച്ചേ തീരുകയുള്ളൂ. ഓർക്കുക, ലക്ഷ്യം മാർഗത്തെ സാധൂകരിക്കും. മാർഗമല്ല, ലക്ഷ്യമാണ് പ്രധാനം.
ഇത്രയും പറഞ്ഞിട്ട് ഇവർ അവരുടെ രഥങ്ങളിലേറി കൗരവരുടെ ശിബിരത്തിലേക്ക് പോയി. ആ ശിബിരത്തിലേക്ക് പോയപ്പോൾ അവിടെ വിധവകളുണ്ടായിരുന്നു. അവർ കരഞ്ഞുകൊണ്ട് നിൽക്കുന്നു. ഈ സമയം എല്ലാവരും അവരുടെ രഥങ്ങളിൽ നിന്ന് ഇറങ്ങിയ സമയത്ത് കൃഷ്ണൻ അർജുനനോട് പറഞ്ഞു, അല്ലയോ പാർത്ഥ, നിന്റെ ഗാന്ധീവവും ആവനാഴി ദിവ്യാസ്ത്രങ്ങളും എടുത്തുകൊണ്ട് ഈ രഥത്തിൽ നിന്ന് പുറത്തേക്കിറങ്ങിയാലും എന്ന് പറഞ്ഞു. കൃഷ്ണൻ പറഞ്ഞത് കേട്ടിട്ട് അർജുനൻ ഒന്നും പറഞ്ഞില്ല. കൃഷ്ണൻ ഒരു കാര്യവും കൂടെ പറഞ്ഞു, നീ ഇറങ്ങിയതിന് ശേഷം മാത്രമേ ഞാൻ ഈ രഥത്തിൽ നിന്ന് ഇറങ്ങുകയുള്ളൂ. ഇത് കേട്ടപ്പോൾ അർജുനന് മനസ്സിലായി എന്തോ കാര്യമുണ്ട്. അങ്ങനെ അർജുനൻ ആ രഥത്തിൽ നിന്നിറങ്ങി. അർജുനൻ രഥത്തിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം കൃഷ്ണൻ പതുക്കെ ആ രഥത്തിൽ നിന്നിറങ്ങി. കൃഷ്ണൻ രഥത്തിൽ നിന്നിറങ്ങിയതിന് ശേഷം അർജുനൻ്റെ കൊടി ധ്വജമടയാളമായ ഒരാളിരിപ്പുണ്ടല്ലോ, ഹനുമാൻ സ്വാമി. ആ ഒരു ധ്വജത്തിൽ നിന്ന് ഹനുമാൻ സ്വാമിയും അപ്രത്യക്ഷമായി. അടുത്ത നിമിഷം ആ രഥം പൊട്ടിഞ്ഞ് തരിപ്പണമായി നിലത്തങ്ങ് വീണു. അഗ്നിക്കിരയായി ആ രഥം നിലത്ത് വീണു. ഇതുകൊണ്ട് എല്ലാവരും അത്ഭുതപ്പെട്ട് നിന്നു. കൃഷ്ണൻ ഇത് കണ്ടിട്ട് ഇതൊക്കെ എന്ത് എന്നുള്ള രീതിക്ക് ശാന്തനായി അവിടെ നിന്നു. അർജുനൻ അപ്പോൾ ഇത് കണ്ടിട്ട് ഇവരെല്ലാവരും അത്ഭുതപ്പെട്ട് നിൽക്കുകയാണ്. കാരണം എന്താണ്? ഈ രഥം പൊട്ടിഞ്ഞങ്ങ് നിലത്ത് വീഴുകയാണ് ചെയ്തത്. എന്തുകൊണ്ട്? ഇത് 18 ദിവസം കൊണ്ട് ഈ സെയിം രഥമായിരുന്നു. ഇത്രയും ദിവസത്തിനുള്ളിൽ പല ആയുധങ്ങളുടെ എഫക്റ്റ് ഈ രഥത്തിൽ ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് ആ 2 മഹായോദ്ധാക്കളുടെ ബ്രഹ്മാസ്ത്രങ്ങൾ. ആരൊക്കെ? ദ്രോണാചാര്യരും അംഗരാജൻ കർണനും. ദ്രോണാചാര്യരും കർണനും തൊടുത്ത ബ്രഹ്മാസ്ത്രങ്ങളുടെ എഫക്റ്റ് ഈ രഥത്തിൽ നല്ലതുപോലെ എഫക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അപ്പോഴും ഇത് പൊടിഞ്ഞു വീണില്ല. കൃഷ്ണൻ ആ രഥത്തിൽ നിന്ന് ഇറങ്ങിയ അടുത്ത നിമിഷം ആ രഥം പൊടിഞ്ഞങ്ങ് വീണു. ഇത് കണ്ട അർജുനൻ കൈകൂപ്പി പിടിച്ചുകൊണ്ട് അർജുനൻ ശ്രീകൃഷ്ണസ്വാമിയുടെ അടുത്ത് എന്നിട്ട് പറഞ്ഞു, കേശവ, എന്താണ് ഈ സംഭവിച്ചത്? ഈ രഥം ഇങ്ങനെ പൊടിഞ്ഞു വീഴാനുള്ള കാര്യം എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ ഉടനെ വാസുദേവൻ ശ്രീകൃഷ്ണൻ ചെറുതായിട്ടൊന്ന് പുഞ്ചിരിച്ചിട്ട് പറഞ്ഞു, അല്ലയോ പാർത്ഥ, നേരത്തെ ഒരുപാട് അസ്ത്രങ്ങളുടെയും ആയുധങ്ങളുടെയും പ്രഭാവം ഈ രഥത്തിൽ ഏറ്റിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഇരുന്നിരുന്നത് കൊണ്ട് ഈ രഥത്തിനൊന്നും പറ്റിയില്ല. ഇപ്പോൾ നീ നിൻ്റെ ദൗത്യം പൂർത്തിയാക്കിയില്ലേ, പിന്നെന്തിനായി രഥം? അതുകൊണ്ട് ഈ രഥത്തിൽ നിന്ന് ഞാൻ ഇറങ്ങി. ബ്രഹ്മാസ്ത്രത്തിൻ്റെ പ്രഭാവത്തിൽ ഈ രഥം തകർന്ന് തരിപ്പണമായി എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് കേട്ട് എല്ലാവരും അത്ഭുതപ്പെട്ട് നിൽക്കുന്നു. കൃഷ്ണൻ ഒരു ചിരിയോടുകൂടി ഇത് പറഞ്ഞു നിൽക്കുന്നത് കണ്ടപ്പോൾ എല്ലാവരും വന്ന് കൃഷ്ണനെ ഇങ്ങനെ തൊഴുതു. യുധിഷ്ഠിരൻ കൃഷ്ണനോട് ഒരുപാട് മംഗളകരമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു. കൃഷ്ണൻ യുധിഷ്ഠിരനെ ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു, സൗഭാഗ്യം കൊണ്ടാണ് അങ്ങ് ഈ യുദ്ധം വിജയിച്ചിരിക്കുന്നത്. സൗഭാഗ്യം കൊണ്ടാണ് അങ്ങ് അത് ചെയ്തത്, ഇത് ചെയ്തത്. സൗഭാഗ്യം കൊണ്ടാണ് അങ്ങ് ഈ നേട്ടങ്ങൾ ഉണ്ടായത്. ഒരുപാട് സന്തോഷമെന്ന് പറഞ്ഞു. ഇത് കേട്ട യുധിഷ്ഠിരൻ കൃഷ്ണനോട് പറഞ്ഞു, അല്ലയോ കേശവ, അങ്ങ് ഹസ്തിനപുരത്തിലേക്ക് പോയി ധൃതരാഷ്ട്രയെയും ഗാന്ധാരിയെയും സമാധാനിപ്പിച്ചാൽ എനിക്കവരുടെ മുന്നിലേക്ക് പോകാനുള്ള ധൈര്യം ഇപ്പോൾ ഇല്ല എന്ന് പറഞ്ഞു. കൃഷ്ണൻ യുധിഷ്ഠിരൻ പറഞ്ഞത് കേട്ടുടനെ അങ്ങനെയാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നേരെ ഹസ്തിനപുരത്തിലേക്ക് പോയി. ഹസ്തിനപുരത്തിൽ ശ്രീകൃഷ്ണൻ കയറി വന്നപ്പോൾ എല്ലാവരും ബഹുമാനത്തോടുകൂടി അദ്ദേഹത്തെ സ്വീകരിച്ചു. ശ്രീകൃഷ്ണൻ്റെ വാക്കുകളിലും വേദവ്യാസൻ്റെ വാക്കുകളിലും ഗാന്ധാരിയും ധൃതരാഷ്ട്രരും പതുക്കെ തണുത്തു. ഈ സമയം വാസുദേവൻ ശ്രീകൃഷ്ണൻ്റെ ഹൃദയത്തിൽ ഒരു സംഭവം അരങ്ങേറാൻ പോകുന്നത് അദ്ദേഹത്തിന് അറിയാൻ കഴിഞ്ഞു. ശേഷം ആ മഹായോദ്ധാവ് കുരുക്ഷേത്ര ഭൂമിയിൽ ഇരുന്നു കൊണ്ട് പറഞ്ഞതെന്തെന്ന് വാസുദേവൻ ശ്രീകൃഷ്ണന് അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ അറിയാൻ കഴിഞ്ഞു. ആ യോദ്ധാവ് പറഞ്ഞത് ഇങ്ങനെയാണ്: ദുര്യോധന, എൻ്റെ പിതാവ് ദ്രോണാചാര്യരെ ചതിപ്രയോഗത്തിലൂടെയാണ് അവർ വധിച്ചിരിക്കുന്നത്. ആ ദൃഷ്ടദ്യുമ്നനെ ഞാൻ വെറുതെ വിടത്തില്ല. മാത്രമല്ല, അങ്ങേ ദുര്യോധന, ആ ഭീമസേനൻ ചതിയിലൂടെയാണ് പരാജയപ്പെടുത്തിയിരിക്കുന്നത്. ഒന്നിനെയും ഞാൻ വെറുതെ വിടത്തില്ല. പാഞ്ചാലന്മാരെ ഞാൻ വെറുതെ വിടത്തില്ല. ഇത് എൻ്റെ സത്യമാണ് എന്നുള്ള അശ്വത്ഥാമാവിൻ്റെ സത്യപ്രതിജ്ഞ ശ്രീകൃഷ്ണന് അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ അറിയാൻ കഴിഞ്ഞു. ശ്രീകൃഷ്ണൻ പെട്ടെന്ന് തൻ്റെ ഇരിപ്പിടത്തിൽ നിന്ന് ചാടി എണീച്ചു. ഈ സമയം കൃപാചാര്യരുടെ മന്ത്രജപത്തിൽ കൃതവർമാവിൻ്റെ സാന്നിധ്യത്തിൽ ദുര്യോധനൻ അശ്വത്ഥാമാവിനെ കൗരവരുടെ അടുത്ത സർവ്വസൈന്യാധിപനായി പട്ടാഭിഷേകം ചെയ്തു. ശേഷം അശ്വത്ഥാമാവും കൃതവർമാവും അതുപോലെ തന്നെ കൃപാചാര്യരും അവിടെ നിന്ന് അവരുടെ രഥത്തിലേറിപ്പോയി. അശ്വത്ഥാമാവ് ഉറപ്പിക്കുന്നു, രാത്രിയിൽ ഉറങ്ങിക്കിടക്കുന്ന അവരെ ഞാൻ വധിക്കാൻ പോവുകയാണ്. എനിക്കിന് ധർമ്മമൊന്നും നോക്കാനില്ല എന്ന് പറഞ്ഞു. അശ്വത്ഥാമാവ് ഈ കാര്യം കൃപാചാര്യരോടും കൃതവർമാവിനോടും പറഞ്ഞു. പല വിധത്തിൽ അശ്വത്ഥാമാവ് പറയുന്ന കാര്യങ്ങളെ തടുക്കുവാനായി കൃപാചാര്യർ ശ്രമിച്ചുകൊണ്ടിരുന്നു. കൃതവർമാവും അതിനെ സപ്പോർട്ട് ചെയ്തില്ല.
എന്നാൽ അവർ പറഞ്ഞ ഓരോ വാക്കുകൾക്കും അശ്വത്ഥാമാവ് കൊടുത്തത് ഒരു മറുപടിയായിരുന്നു. എൻ്റെ പിതാവായ ദ്രോണാചാര്യർ ആയുധമില്ലാതിരുന്നപ്പോഴല്ലേ ആ ദൃഷ്ടദ്യുമ്നൻ വധിച്ചത്. അതുപോലെ തന്നെ നമ്മുടെ പക്ഷത്തിലുള്ള ഓരോ മഹാരഥന്മാരെയും ചതി പ്രയോഗിച്ചല്ലേ വീഴ്ത്തിയത്. അതുകൊണ്ടിനി ധർമ്മവും കാര്യങ്ങളും ഒന്നും ഞാൻ നോക്കുന്നില്ല. ഞാൻ തീരുമാനിച്ചുറപ്പിച്ചു കഴിഞ്ഞു. അവരൊക്കെ ഉറങ്ങുമ്പോൾ തന്നെ അവരെയൊക്കെ ഞാൻ വീഴ്ത്തിയിരിക്കും. ഇത് ഞാൻ ഉറപ്പിച്ച കാര്യമാണ്. ഇതിൽ നിന്ന് എന്നെ പിന്തിരിപ്പിക്കാൻ ഒരുവനും ജനിച്ചിട്ടില്ല, ഇനി ജനിക്കാനും പോണില്ല എന്ന് പറഞ്ഞു. ഇത്രയും പറഞ്ഞ് അശ്വത്ഥാമാവ് അവരിരുന്ന സ്ഥലത്ത് നിന്ന് ആ വൃക്ഷത്തിന് ചുവട്ടിൽ നിന്ന് ചാടി എണീച്ച് തൻ്റെ രഥത്തിലേക്ക് കുതിരകളെ വീണ്ടും പൂട്ടി. അങ്ങനെ അവർ 3 പേരും പാണ്ഡവരുടെ ശിബിരത്തിലേക്ക് എത്തിയപ്പോൾ ആ ശിബിരത്തിൻ്റെ കവാടത്തിലായി ഒരു ഭീകരരൂപം നിൽക്കുന്ന കാഴ്ച കണ്ടു. അസ്വാഭാവികമായിട്ടുള്ള അമാനുഷികമായിട്ടുള്ള ഒരു ഭീകരരൂപം ആ ശിബിരത്തിന് കാവലായി നിൽക്കും. ആ രൂപം ദേഹത്ത് സർപ്പങ്ങളെയൊക്കെ ധരിച്ചിട്ടുണ്ടായിരുന്നു, ദംഷ്ട്രങ്ങളുണ്ടായിരുന്നു, ഭയാനകമായ കണ്ണുകളുണ്ടായിരുന്നു, ഭീകരമായ കൈകളുണ്ടായിരുന്നു. ആ കണ്ണിൽ നിന്നും വായിൽ നിന്നും ചെവിയിൽ നിന്നും എല്ലാം അഗ്നികളിങ്ങനെ വമിക്കുന്നുണ്ടായിരുന്നു. ആ അഗ്നിയിൽ നിന്ന് വാസുദേവൻ ശ്രീകൃഷ്ണനെ കാണാൻ കഴിഞ്ഞു അശ്വത്ഥാമാവിന്. അശ്വത്ഥാമാവ് അത്ഭുതപ്പെട്ടുപോയി. ആ അഗ്നിയിൽ നിന്ന് ഒരുപാട് കൃഷ്ണന്മാർ ഇങ്ങനെ പറന്നിറങ്ങി. ആ കൃഷ്ണന്മാരുടെ കയ്യിൽ ശംഖ് ചക്ര ഗദകളുണ്ടായിരുന്നു. ആ കൃഷ്ണന്മാർ ഇങ്ങനെ വന്നിങ്ങനെ നിറഞ്ഞു നിൽക്കുന്നത് കണ്ട് അശ്വത്ഥാമാവ് ചുറ്റിനും നോക്കി. അശ്വത്ഥാമാവ് ഉടനെ തന്നെ തൻ്റെ വില്ലുയർത്തി ഒന്നിനു പിറകെ ഒന്നായി ദിവ്യാസ്ത്രങ്ങൾ ആ ജീവിയുടെ ദേഹത്തേക്ക് അയച്ചുകൊണ്ടിരുന്നു. എന്നാൽ അപ്പോഴാണ് അശ്വത്ഥാമാവ് അത്ഭുതപ്പെട്ടു പോയത്. അശ്വത്ഥാമാവ് അയച്ച അസ്ത്രങ്ങളെയെല്ലാം, ദിവ്യാസ്ത്രങ്ങളെയെല്ലാം ആ സത്വം വിഴുങ്ങുകയായിരുന്നു. ഇത് കണ്ട് അശ്വത്ഥാമാവ് ചെറുതായിട്ടൊന്ന് ഞെട്ടി. ഭയന്നില്ല. വില്ല് മാറ്റി ഒരു വലിയ കുന്തമെടുത്ത് അശ്വത്ഥാമാവ് മന്ത്രം ജപിച്ച് ഈ ഒരു സത്വത്തിന് നേരെ അയച്ചു. ആ കുന്തവും അവിടെ വെച്ച് പൊട്ടിഞ്ഞങ്ങ് പോയി. വീണ്ടും പല ആയുധങ്ങൾ അശ്വത്ഥാമാവ് എടുത്തു. ഒടുവിൽ മൂർച്ചയേറിയ ഒരു ഉടവാളെടുത്ത് അശ്വത്ഥാമാവ് വലിച്ചെറിഞ്ഞു. അശ്വത്ഥാമാവിൻ്റെ കയ്യിൽ നിന്ന് ആ ഉടവാൾ കറങ്ങി ആ സത്വത്തിൻ്റെ അടുത്ത് പോയി എന്നല്ലാതെ ഒന്നും ചെയ്തില്ല. അപ്പോഴും ഈ സത്വം ഇങ്ങനെ അലറിക്കൊണ്ടിരുന്നു. ചുറ്റിനും കൃഷ്ണന്മാരെയും കാണാം. അശ്വത്ഥാമാവ് മനസ്സിൽ അപ്പോൾ ചിന്തിച്ചു, ഞാനെന്തൊരു വലിയ അപരാധമാണ് ഈശ്വര ചെയ്യാൻ പോകുന്നത്. മുതിർന്നവർ പറഞ്ഞ കാര്യങ്ങൾ, നമ്മുടെ നല്ലതാഗ്രഹിക്കുന്ന ആളുകൾ നമുക്ക് പറഞ്ഞു തരുന്ന കാര്യങ്ങൾ, അതിനെയെല്ലാം അനുസരിക്കാതെ തോന്നിവാസം പോലെ ഓരോന്ന് ചെയ്തതിൻ്റെ ഫലമായിട്ടല്ലേ ഇങ്ങനൊരു കാര്യം ഞാൻ ചെയ്യേണ്ടി വന്നത്. എൻ്റെ ദുഷ്ടബുദ്ധിയിൽ ഉടലെടുത്ത ദുഷിച്ച ചിന്തകൾക്ക് വശംവദനായിട്ടാണല്ലോ ഞാൻ ഈ അധർമ്മത്തിൻ്റെ പാതയിലേക്ക് വന്നത് ഈശ്വര. അതുകൊണ്ട് തന്നെയാണ് ഈ ഉദ്യമത്തിൽ എനിക്ക് ഇങ്ങനൊരു തടസ്സമുണ്ടായത്. ഈ ഉദ്യമത്തിൽ നിന്ന് ഞാൻ പിന്നോട്ട് പോയേ മതിയാവുള്ളൂ. ഈ തെറ്റ് ഞാൻ ചെയ്യാൻ പാടില്ല എന്ന് അശ്വത്ഥാമാവ് പറഞ്ഞു. പെട്ടെന്ന് അവിടെ ആ സത്വം അലറുന്ന ശബ്ദം കേട്ടു. എൻ്റെ കർമ്മത്തിൻ്റെ ഫലമായിട്ടാണ് ഈ സത്വം എൻ്റെ മുന്നിൽ വന്നേക്കുന്നത്. ഇല്ല, ഇവിടെ നിന്ന് പോകണം. ഇവിടെ നിന്ന് രക്ഷ നേടാനായിട്ട് ഇനി ഒരാളെ വിളിച്ചിട്ടേ കാര്യമുള്ളൂ. അങ്ങനെ അശ്വത്ഥാമാവ് ദേവദേവനായ മഹാദേവനെ അവിടെ നിന്നുകൊണ്ട് സ്തുതിക്കാനൊരുങ്ങി. അശ്വത്ഥാമാവ് അങ്ങനെ ഒരുപാട് മന്ത്രങ്ങൾ ജപിച്ചു, സ്തോത്രങ്ങൾ ചൊല്ലി. അങ്ങനെ ഈ ജപം നടന്നുകൊണ്ടിരുന്ന സമയം അവിടെ ഒരു വല്ലാത്ത ശബ്ദം കേട്ടു. അശ്വത്ഥാമാവ് പതുക്കെ കണ്ണുകൾ തുറന്നപ്പോൾ അന്തരീക്ഷത്തിൽ ചെറിയൊരു വെളിച്ചം. അടുത്ത നിമിഷം ആ വെളിച്ചത്തിൽ നിന്നൊരു വിസ്ഫോടനമുണ്ടായി. അശ്വത്ഥാമാവ് നോക്കി നിൽക്കവേ ആകാശം തൊട്ട് ഭൂമി വരെ വലിയൊരു വെളിച്ചമുണ്ടാകുകയാണ്. എന്തിനും തയ്യാറെന്നും പറഞ്ഞ് അശ്വത്ഥാമാവ് ഇങ്ങനെ തൊഴുതു നിന്ന അടുത്ത നിമിഷം ആ വെളിച്ചത്തിന് ചുറ്റുമായി കുറേ രൂപങ്ങളിങ്ങനെ ചാടി വരികയാണ്. എണ്ണമറ്റ രൂപങ്ങൾ ലക്ഷക്കണക്കിനുണ്ട്. അശ്വത്ഥാമാവ് ചുറ്റിനും നോക്കിയപ്പോൾ അവരൊന്നും മനുഷ്യരല്ല. ഭയാനകമായ മുഖങ്ങൾ. ചിലർക്ക് 4 കൈ, ചിലർക്ക് 6 കൈ, ചിലർക്ക് 4 കാല്, ചിലർക്ക് 1000 കണ്ണുകൾ, ചിലർക്ക് ഭയങ്കരമായിട്ടുള്ള ദംഷ്ട്രങ്ങൾ, ചിലരുടെ കൈകളിൽ ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത ആയുധങ്ങൾ, ശതാഗ്നികൾ, വജ്രം, ആവനാഴി നിറച്ച അസ്ത്രങ്ങളെന്നൊക്കെ പറയുമ്പോൾ ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത മൂർച്ച കൂടിയ അസ്ത്രങ്ങൾ, ഭയാനകമായ ബില്ലുകൾ. ഇവരെല്ലാവരും അലറി വിളിച്ചുകൊണ്ട് വരുന്നു. മൃഗങ്ങളുടെ പല ഭയാനകമായ രൂപങ്ങൾ, അതെല്ലാം ചിഹ്നം വിളിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നു, അലറിക്കൊണ്ട് നിൽക്കുന്നു. ഇവരെല്ലാവരും അശ്വത്ഥാമാവിനെ നോക്കി ഇങ്ങനെ അട്ടഹസിച്ചുകൊണ്ട് നിന്നു. മഹാദേവൻ്റെ ഭൂതഗണങ്ങളായിരിക്കണം ആ വന്നേക്കുന്നത്. ആ ഗണങ്ങളെല്ലാം ഇങ്ങനെ നിന്നുകൊണ്ട് അവരെല്ലാവരും മഹാദേവനെ സ്തുതിച്ചു. മഹാദേവനെ സ്തുതിച്ചുകൊണ്ട് അട്ടഹസിച്ചുകൊണ്ട് രക്തക്കൊതിയന്മാരായി അശ്വത്ഥാമാവിൻ്റെ അടുത്തേക്ക് പാഞ്ഞോടിയിരുന്നു. ഇവരെല്ലാവരും ഇങ്ങനെ വരുന്നത് കണ്ടിട്ടും അശ്വത്ഥാമാവ് ഭയന്നില്ല. തൻ്റെ ഉപാസനാബലത്തിൻ്റെ ആ ഒരു ധൈര്യവും കൂടെ ആയിരിക്കണം. അശ്വത്ഥാമാവ് ഭയക്കാതെ അവിടെ നിന്നു. തൻ്റെ കയ്യിലൊരു വില്ലുണ്ട്, ആവനാഴി നിറച്ച അസ്ത്രങ്ങളും. അശ്വത്ഥാമാവിന് കാര്യം മനസ്സിലായി. ഭയന്നില്ലെങ്കിൽ പോലും അവരുമായിട്ട് പോരാടാൻ അശ്വത്ഥാമാവ് നിന്നില്ല.
അശ്വത്ഥാമാവ് ചുറ്റിനും നോക്കിയപ്പോൾ അവിടെ ഒരു യാഗാഗ്നി കണ്ടു. അശ്വത്ഥാമാവ് പറഞ്ഞു, എൻ്റെ ഈ ആയുധങ്ങളും എന്നെയും തന്നെ ദേവദേവനായ മഹാദേവൻ ആഹൂതിയായി ഞാൻ അർപ്പിക്കുകയാണ്. ഈ യജ്ഞാഗ്നിയിൽ എന്നെ തന്നെ ഞാൻ ഹവിസായി സമർപ്പിക്കുകയാണ് എന്നും പറഞ്ഞ് അശ്വത്ഥാമാവ് കൈകൾ ഉയർത്തിക്കൊണ്ട് ഭഗവാനെ സ്തുതിച്ചുകൊണ്ട്, മഹാദേവനെ സ്തുതിച്ചുകൊണ്ട് ഈ യാഗാഗ്നിയിലേക്ക് പ്രവേശിക്കാനൊരുങ്ങി. യാഗാഗ്നിയിലേക്ക് പ്രവേശിക്കാനൊരുങ്ങിയപ്പോൾ അവിടെ അത്രയും നേരവും മറഞ്ഞു നിന്നൊരു രൂപം തെളിഞ്ഞു വന്നു. ഒരു പുഞ്ചിരിയോടുകൂടിയായിരുന്നു അദ്ദേഹം വന്നത്. സാക്ഷാൽ ദേവദേവനായ മഹാദേവനായിരുന്നു അത്. മഹാദേവനൊന്ന് പുഞ്ചിരിച്ചിട്ട് പറഞ്ഞു, കൃഷ്ണൻ എനിക്കൊരുപാട് പ്രിയങ്കരനാണ്. കാരണം അത്രത്തോളം ആത്മാർത്ഥതയോടെയും സ്നേഹത്തോടെയും താല്പര്യത്തോടെയും ധീരതയോടെയും അറിവോടുകൂടെയും ചിട്ടയോടുകൂടിയും സത്യസന്ധവുമായുമാണ് ശ്രീകൃഷ്ണൻ പൂജകളും തപസ്സുകളും ചെയ്ത് എന്നെ ആരാധിച്ചിരുന്നത്. ശ്രീകൃഷ്ണൻ എനിക്ക് അത്രത്തോളം പ്രിയങ്കരനാണ്. അതുകൊണ്ടാണ് അശ്വത്ഥാമാവേ ഞാൻ നിന്നെ പരീക്ഷിച്ചത്. ഞാൻ പാഞ്ചാലരെ ഒരുപാട് സംരക്ഷിച്ചിരുന്നു. ഒരുപാട് മായകളും ഞാൻ പ്രയോഗിച്ചു. എന്നാൽ വിധിക്കനുസൃതമായി കാര്യങ്ങൾ നടന്നേ തീരുകയുള്ളൂ. കാലചക്രമനുസരിച്ച് പാഞ്ചാലർ മരിക്കേണ്ട സമയമെത്തിയിരിക്കുകയാണ്. അതായത് സംഹാരമൂർത്തിയായ മഹാദേവൻ, എന്തിൻ്റെയും തുടക്കം എന്തിൻ്റെയും അന്ത്യമായ മഹാദേവന് മനസ്സിലായി. കാരണം അദ്ദേഹത്തിന് അറിയാമായിരുന്നു പാഞ്ചാലർക്ക് ഭൂമിയിൽ വിധിച്ചിരുന്ന സമയം അവസാനിച്ചു. ആ ഭൂമണ്ഡലത്തിൽ നിന്ന് ഇനി പാഞ്ചാലർ പോയേ പറ്റുള്ളൂ. അവർക്ക് മോക്ഷം നൽകിയേ മതിയാവുള്ളൂ. അങ്ങനെ അവർക്ക് മോക്ഷം നൽകുവാനുള്ള തീരുമാനം സാക്ഷാൽ സംഹാരമൂർത്തിയായ ശിവൻ തന്നെ എടുക്കുകയായിരുന്നു. അടുത്ത നിമിഷം മഹാദേവനിൽ നിന്നൊരംശം അശ്വത്ഥാമാവിൻ്റെ ദേഹത്തിലേക്കൊന്ന് കയറി. അശ്വത്ഥാമാവ് പെട്ടെന്ന് ഭൂമിയിൽ നിന്ന് പതുക്കെ ഉയരാനൊരുങ്ങി. അശ്വത്ഥാമാവിൻ്റെ ദേഹം മുഴുവനും വിറച്ചു തുടങ്ങി. അശ്വത്ഥാമാവിൻ്റെ ദേഹം ചുവന്ന നിറത്തിൽ വെട്ടിത്തിളങ്ങുന്നു. അത്രയും കാലവും ചെയ്ത ഉപാസനയും ഇപ്പോൾ മഹാദേവൻ്റെ അംശവും കൂടെ ഉള്ളിലേക്ക് കയറിയ അശ്വത്ഥാമാവിൻ്റെ കണ്ണുകൾ ഇപ്പോൾ ചുവന്ന നിറത്തിൽ ജ്വലിക്കാനൊരുങ്ങി. അശ്വത്ഥാമാവിൻ്റെ മുടികൾ പതുക്കെ പറക്കാനൊരുങ്ങി. അങ്ങനെ ഉറക്കെ അലറിക്കൊണ്ട് അശ്വത്ഥാമാവ് ആ ഭൂമിയിൽ നിന്ന് ഉയർന്നിങ്ങനെ പൊങ്ങി നിന്നു. എന്നിട്ട് പെട്ടെന്ന് ഭൂമിയിലേക്ക് വന്നങ്ങ് നിന്നു. കൃതവർമാവിനെയും കൃപാചാര്യരെയും കണ്ട അശ്വത്ഥാമാവ് പറഞ്ഞു, ഓ, നിങ്ങൾ രണ്ടുപേരും വന്നുവല്ലേ, നിൽക്കൂ. നമ്മൾ 3 മഹാരഥന്മാരും കൂടെ വിചാരിച്ചാൽ ഇവന്മാരൊന്നും അടുത്ത സൂര്യോദയം കാണില്ല എന്ന് പറഞ്ഞിട്ട് അശ്വത്ഥാമാവ് പാണ്ഡവന്മാരുടെ ശിബിരത്തിലേക്ക് ഇടിച്ചു കയറി. അതും ആ ശിബിരത്തിൽ കവാടമില്ലാത്തൊരു ഭാഗം വഴി ഇടിച്ചു കയറിയെന്നാണ് പറയുന്നത്. ക്രോധത്തോടുകൂടി അശ്വത്ഥാമാവ് ആദ്യം തന്നെ പോയത് ദൃഷ്ടദ്യുമ്നൻ്റെ ശിബിരത്തിലേക്കായിരുന്നു. അശ്വത്ഥാമാവ് ആ ശിബിരത്തിൻ്റെ അടുത്തെത്തിയപ്പോൾ തൻ്റെ രഥത്തിൽ നിന്നിറങ്ങി. കയ്യിലൊരു ഉടവാളും ഏന്തിയിട്ടുണ്ടായിരുന്നു. അശ്വത്ഥാമാവ് പതുക്കെ ശബ്ദമുണ്ടാക്കാതെ ആ ശിബിരത്തിനകത്തേക്ക് നടന്നു കയറി. എല്ലാവരും ഉറങ്ങുകയാണ്. ദൃഷ്ടദ്യുമ്നനും ഉറങ്ങുകയാണ്. ഞാൻ വരുന്നതിന് മുൻപ് ഇവൻ വധിക്കപ്പെട്ടുവോ എന്ന് അശ്വത്ഥാമാവിന് തോന്നുന്നത് പോലെ ദൃഷ്ടദ്യുമ്നൻ ഉറങ്ങുന്നു. അവിടെ അശ്വത്ഥാമാവ് ദൃഷ്ടദ്യുമ്നൻ്റെ മുന്നിൽ വന്നിട്ട് അവിടെ നിന്നു. എന്നിട്ട് ദൃഷ്ടദ്യുമ്നൻ്റെ നേരെ ഓരോറ്റ ചവിട്ടും അശ്വത്ഥാമാവ്. ആ ചവിട്ട് കൊണ്ട് ഉറക്കത്തിൽ നിന്ന് ഞെട്ടിയണീക്കിയ ദൃഷ്ടദ്യുമ്നൻ ഇങ്ങനെയൊരു രൂപത്തെ അവിടെ കാണുന്നു. അശ്വത്ഥാമാവിനെ കണ്ടപ്പോൾ ഭയന്നാണ് നോക്കുന്നത്. കാരണം അവിടെ ജ്വലിക്കുന്ന 2 കണ്ണുകളും നെറ്റിയിലണിഞ്ഞേക്കുന്ന ചൂടാമണിയും കണ്ടു. അങ്ങനെ 3 കണ്ണുകൾ ജ്വലിക്കുന്നത് പോലെ ദൃഷ്ടദ്യുമ്നന് തോന്നി. ദൃഷ്ടദ്യുമ്നൻ സംസാരിക്കാനൊരുങ്ങിയ അടുത്ത നിമിഷം അശ്വത്ഥാമാവ് കൈകൊണ്ട് ദൃഷ്ടദ്യുമ്നൻ്റെ മുട്ടിക്ക് ചുറ്റിപ്പിടിച്ചു. എങ്ങനെയാണോ ദ്രോണാചാര്യരുടെ മുടിക്ക് ദൃഷ്ടദ്യുമ്നൻ ചുറ്റിപ്പിടിച്ചോ അതുപോലെ അശ്വത്ഥാമാവ് ദൃഷ്ടദ്യുമ്നൻ്റെ മുട്ടിക്കിങ്ങനെ ചുറ്റിപ്പിടിച്ചു വലിച്ച് നിലത്തേക്കിട്ടു. എന്നിട്ട് ദൃഷ്ടദ്യുമ്നൻ്റെ മുഖം തൻ്റെ കൈകൊണ്ട് നിലത്തിങ്ങനെ അമർത്തിപ്പിടിച്ചു. എന്നിട്ട് ദൃഷ്ടദ്യുമ്നൻ അവിടെ പതുക്കെ ശബ്ദമുണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട്. അശ്വത്ഥാമാവ് തൻ്റെ കൈകൊണ്ട് ദൃഷ്ടദ്യുമ്നൻ്റെ കൊങ്ങയ്ക്കിങ്ങനെ കുത്തിപ്പിടിച്ചിട്ട് ദൃഷ്ടദ്യുമ്നൻ്റെ നെഞ്ചിൽ കയറി നിന്നു. ഉടനെ ദൃഷ്ടദ്യുമ്നൻ ചെറിയ ശബ്ദത്തിൽ അശ്വത്ഥാമാവിനോട് പറഞ്ഞു, ഗുരുപുത്രനായ അശ്വത്ഥാമാവേ, നീ എത്രയും പെട്ടെന്ന് നിൻ്റെ ആയുധം കൊണ്ട് എന്നെ വധിച്ചാലും അങ്ങനെ വധിച്ചാൽ വീരന്മാരുടെ സ്വർഗം എനിക്ക് കിട്ടും. ഇത് കേട്ട അശ്വത്ഥാമാവ് പറഞ്ഞു, എൻ്റെ അച്ഛനെ വഞ്ചിച്ചു കൊന്നത് മാത്രം പോരാഞ്ഞിട്ട് അദ്ദേഹത്തെ അപമാനിക്കുകയും കൂടെ ചെയ്ത നീ ഒരായുധത്താലും വധിക്കപ്പെടാൻ യോഗ്യനല്ലടാ എന്ന് പറഞ്ഞിട്ട് അശ്വത്ഥാമാവ് ദൃഷ്ടദ്യുമ്നൻ്റെ മർമ്മഭാഗത്ത്, ഏത് മർമ്മമെന്ന് പറയുന്നില്ല, മർമ്മഭാഗത്ത് കാലുകൊണ്ട് ആഞ്ഞൊരു ചവിട്ടങ്ങ് കൊടുത്തു. ആ ചവിട്ടിൻ്റെ പ്രഹരത്തിൽ ദൃഷ്ടദ്യുമ്നൻ പേട്ടഞ്ഞങ്ങ് വീണു. അശ്വത്ഥാമാവ് പതുക്കെ അവിടെ നിന്ന് ചാടി ഇറങ്ങിയിട്ട് ദൃഷ്ടദ്യുമ്നനെ പുച്ഛഭാവത്തിലൊന്ന് നോക്കി. എന്നിട്ട് ക്രോധം സഹിക്കാനാകാതെ പെട്ടെന്ന് ആ ശിബിരത്തിൽ നിന്ന് പുറത്തേക്ക് പോയി തൻ്റെ രഥത്തിൽ കയറി അടുത്ത ദിശയിലേക്ക് പോകാനിറങ്ങി.
ഇത് കേട്ടുടനെ എല്ലാവരും നിലവിളിച്ചു. അത്രയും നേരവും നാവടക്കി പിടിച്ച് എല്ലാവരും നിലവിളിച്ചു. ശബ്ദം കേട്ട സൈനികരും യോദ്ധാക്കളും പാഞ്ഞെത്തി. എന്തു പറ്റി? ഒരു രാക്ഷസൻ വന്ന് ദൃഷ്ടദ്യുമ്നനെ വധിച്ചിട്ട് പോയി, പാണ്ഡവരുടെ സർവ്വസൈന്യാധിപനെ വധിച്ചിട്ട് പോയി. ആ ദിശയിലേക്കാണ് പോയത്. ദോ അതാ അവൻ്റെ രഥം എന്ന് പറഞ്ഞു. എല്ലാവരും പെട്ടെന്ന് ആയുധങ്ങളെടുത്ത് ആ രഥത്തിന് പിന്നാലെ വരുന്നു. ക്രോധത്തോടുകൂടി രഥത്തിൻ്റെ ഒരു ഭാഗത്ത് ഇങ്ങനെ പിടിച്ചു നിന്ന് അശ്വത്ഥാമാവ് പെട്ടെന്ന് ആളുകൾ ഓടി വരുന്ന ശബ്ദം കേട്ടു. അശ്വത്ഥാമാവ് തൻ്റെ വാളവിടെ വെച്ചിട്ട് വില്ല് കയ്യിലെടുത്തു. എന്നിട്ട് ആ വില്ലിലേക്ക് ഒരു അസ്ത്രം ചേർത്ത് വെച്ച് മന്ത്രജപം നടത്തി. ആ അസ്ത്രം പിന്നോട്ടേക്ക് വലിച്ചപ്പോൾ ആ അസ്ത്രത്തിന് ചുറ്റും ഇങ്ങനെ സർപ്പത്തിൻ്റെ ഒരു രൂപമുണ്ടായി. അവിടെ മൃഗങ്ങളുടെ ഒരു രൂപമുണ്ടായി. തൃശൂലത്തിൻ്റെ ഒരു ആകൃതിയിൽ ആ അസ്ത്രം മാറി. രുദ്രാസ്ത്രമാണ് അശ്വത്ഥാമാവ് എടുത്തത്. ആ രുദ്രാസ്ത്രം എടുത്ത് അശ്വത്ഥാമാവ് പിന്നിലോട്ടങ്ങ് എയ്തു. ആ രുദ്രാസ്ത്രം നേരെ പാഞ്ഞുപോയി ആ പാഞ്ഞു വരുന്ന പാഞ്ചാല ദേശത്തെ സൈനികരെ അത്രയും ഒറ്റ നിമിഷം അങ്ങ് ഇല്ലാണ്ടാക്കി. അങ്ങനെ ക്രോധത്തിൽ അശ്വത്ഥാമാവ് ഇങ്ങനെ പൊക്കോണ്ടിരുന്നപ്പോൾ അവിടെ ഒരു ശിബിരത്തിനുള്ളിൽ ഉത്തമോജസ് കിടന്നുറങ്ങുന്നത് കണ്ടു. ഉത്തമോജസ് ഉറങ്ങുന്നത് കണ്ട് അശ്വത്ഥാമാവ് കയ്യിൽ വാളൂരി പിടിച്ചിട്ട് അലറിക്കൊണ്ട് തൻ്റെ രഥത്തിൽ നിന്ന് എടുത്ത് ചാടി. ആ രഥത്തിൽ നിന്ന് ചാടിയ അശ്വത്ഥാമാവ് പാഞ്ഞ് ഈ ശിബിരത്തിൻ്റെ മുകളിലേക്ക് എത്തിയപ്പോഴത്തേക്കും അശ്വത്ഥാമാവ് ശിബിരത്തെ വാളുകൊണ്ട് വെട്ടിക്കീറി ചാടി വന്ന് നേരെ വന്ന് നിന്നത് ഉത്തമോജസിൻ്റെ ദേഹത്താണ്. ഒരു കാൽ ഉത്തമോജസിൻ്റെ കഴുത്തിലും ഒരു കാൽ ഉത്തമോജസിൻ്റെ നെഞ്ചിലും. ആ വന്ന് നിന്ന നിപ്പിൽ ഉത്തമോജസ് വീരസ്വർഗം പ്രാപിച്ചു. അതായത് ഉത്തമോജസിനെ വധിച്ചു. ഉത്തമോജസ് വധിക്കപ്പെട്ടത് കണ്ട യുധാമന്യു ചാടി എണീച്ചു. യുധാമന്യു ചാടി എണീച്ചിട്ട് അശ്വത്ഥാമാവിന് നേരെ ആയുധം പ്രയോഗിച്ചു. ഉടനെ തന്നെ അശ്വത്ഥാമാവ് വാളുയർത്തി തിരിഞ്ഞ് യുധാമന്യുവിൻ്റെ കഴുത്തിന് കുത്തിപ്പിടിച്ച് പൊക്കിയെടുത്തിട്ട് ഒരൊറ്റ അടിയായിരുന്നു നിലത്ത്. ആ അടിയിൽ യുധാമന്യുവും വീണു. അങ്ങനെ ഉത്തമോജസും യുധാമന്യുവും വധിക്കപ്പെട്ടു. തൻ്റെ അടുത്ത് വരുന്ന ആളുകളെ അശ്വത്ഥാമാവ് മിന്നൽ വേഗത്തിൽ വാള് ചുഴറ്റി വെട്ടി വീഴ്ത്തി തുടങ്ങി. എന്നിട്ട് അവിടെ കണ്ട ഗജങ്ങളെയും കുതിരകളെയും സൈനികരെയും എല്ലാം അശ്വത്ഥാമാവ് തൻ്റെ വാളുകൊണ്ടും അസ്ത്രങ്ങൾ കൊണ്ടും വധിച്ചു വീഴ്ത്തിക്കൊണ്ട് ആ രഥമിങ്ങനെ പൊക്കോണ്ടിരുന്നു. രഥം പോകുന്നതിനനുസരിച്ച് അശ്വത്ഥാമാവ് രഥത്തിൽ നിന്ന് തൻ്റെ വാള് പുറത്തിട്ട് അടുത്തോട്ട് വരുന്നവരെയൊക്കെ വെട്ടി വീഴ്ത്തിക്കൊണ്ടിരിക്കുന്നു. അശ്വത്ഥാമാവ് പോണ വഴിയിൽ ഒറ്റ ഒരെണ്ണത്തിനെ അശ്വത്ഥാമാവ് വെറുതെ വിടുന്നില്ല. അങ്ങനെ രഥമിങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരുന്നപ്പോൾ അശ്വത്ഥാമാവിന് ഉപപാണ്ഡവരുടെ ശിബിരം കണ്ടു. അവരാക്രമിച്ചു തുടങ്ങിയപ്പോൾ അശ്വത്ഥാമാവ് തൻ്റെ രഥത്തിൽ നിന്ന് മലക്കം മറിഞ്ഞ് ചാടി ഇറങ്ങി. വെറും കയ്യിൽ മലക്കം മറിഞ്ഞ് അശ്വത്ഥാമാവ് ചാടി ഇറങ്ങിയപ്പോൾ ആ രഥത്തിൽ നിന്ന് തൻ്റെ ഉടവാളും പരിചയും എടുത്താണ് ചാടി ഇറങ്ങിയത്. അതിശക്തമായ ചന്ദ്രക്കലകൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്ന ആ പരിചയം കൊണ്ട് അശ്വത്ഥാമാവ് പാഞ്ഞു വന്നു. അവരെല്ലാം അസ്ത്രങ്ങൾ അയച്ച സമയത്ത് അശ്വത്ഥാമാവ് തൻ്റെ പരിചയ കൊണ്ടും വാളുകൊണ്ടും ആ അസ്ത്രങ്ങളെല്ലാം തട്ടിത്തെറിപ്പിച്ച് ഓടി വന്ന് പ്രതിവിന്ധ്യൻ വില്ലോങ്ങിയ സമയത്ത് ആ വില്ല് തട്ടിത്തെറിപ്പിച്ച് പ്രതിവിന്ധ്യൻ്റെ അട്ടിവയറ്റിലേക്ക് തൻ്റെ വാള് കയറ്റി. അങ്ങനെ ദ്രൗപദിക്ക് യുധിഷ്ഠിരനിലുണ്ടായ പുത്രനായ പ്രതിവിന്ധ്യനെ അശ്വത്ഥാമാവ് വധിച്ചു. ഈ സമയം ദ്രൗപദിക്ക് ഭീമസേനനിലുണ്ടായ പുത്രനായ സൂതസോമൻ അശ്വത്ഥാമാവിന് നേരെ ഒരു കുന്തമയച്ചു. എന്നിട്ടൊരു വാളും വീശി. ഈ വാള് വീശിയ സമയത്ത് അശ്വത്ഥാമാവ് പെട്ടെന്ന് തൻ്റെ പരിചയ കൊണ്ട് കുന്തം തട്ടിത്തെറിപ്പിച്ചിട്ട് ഈ വാളും തട്ടി മാറ്റി സൂതസോമൻ്റെ കൈയെടുത്തു. എന്നിട്ട് അടുത്ത വീശിന് സൂതസോമൻ്റെ ഹൃദയത്തിലേക്കാണ് അശ്വത്ഥാമാവിൻ്റെ ഉടവാൾ ഇടിച്ചിറക്കിയത്. പിറക്ക് നിന്ന് ശതാനികൻ വരുന്നുണ്ട്. ശതാനികൻ നൗലപുത്രനാണ്. പിറക്ക് നിന്ന് ആക്രമിക്കുന്ന ശതാനികൻ ഒരു രഥചക്രം എടുത്താണ് എറിഞ്ഞത്. ആ രഥചക്രം അശ്വത്ഥാമാവിൻ്റെ ദേഹത്ത് തട്ടിയിട്ട് വന്ന് വീണു. അശ്വത്ഥാമാവ് വാളൂരി ശതാനികനെ ആക്രമിച്ചു. ആ ആക്രമണത്തിൽ ശതാനികൻ വീണ സമയത്ത് അശ്വത്ഥാമാവ് വാള് ചുഴറ്റി ശതാനികൻ്റെ തലയെടുത്തു. അടുത്ത നിമിഷം ദ്രൗപദിക്ക് സഹദേവനിലുണ്ടായ പുത്രനായിട്ടുള്ള ശ്രുതകർമ്മൻ ഒരു ഗദയെടുത്തുകൊണ്ട് അശ്വത്ഥാമാവിനെ ആക്രമിച്ചു. തൻ്റെ പരിചയ കൊണ്ട് ആ ഗദയുടെ പ്രഹരത്തെ തടഞ്ഞിട്ട് അശ്വത്ഥാമാവ് ശ്രുതകർമാവിൻ്റെ മുഖത്തേക്ക് വെട്ടി വീഴ്ത്തി. അവനെയും വധിച്ചു. അടുത്ത നിമിഷം അശ്വത്ഥാമാവ് നിൽക്കുന്ന സ്ഥലത്തേക്ക് അസ്ത്രങ്ങൾ പാഞ്ഞെടുത്തു. അത് അർജുനപുത്രനായിട്ടുള്ള ശ്രുതകീർത്തി എഴുത അസ്ത്രങ്ങളാണ്. അശ്വത്ഥാമാവ് മിന്നൽ വേഗത്തിൽ പാഞ്ഞെടുത്ത് ആ അസ്ത്രങ്ങളെയെല്ലാം തൻ്റെ പരിചയ കൊണ്ട് തടുത്തതിന് ശേഷം ശ്രുതകീർത്തിയുടെയും തലയെടുത്തു. അങ്ങനെ ഉപപാണ്ഡവരെ 5 പേരെയും അശ്വത്ഥാമാവ് വധിച്ചു വീഴ്ത്തി. നമ്മൾ പല സ്ഥലങ്ങളിൽ കേൾക്കുന്നത് പോലെ ഉറങ്ങിക്കിടന്ന 5 പേരെയല്ല വധിച്ചത്. അവർ 5 പേരും പോരാടിക്കൊണ്ട് തന്നെയാണ് വധിക്കപ്പെട്ടത്. അടുത്ത നിമിഷം ശിഖണ്ഡി അശ്വത്ഥാമാവിന് നേരെ പാഞ്ഞെടുത്തു. ശിഖണ്ഡി വരുന്നത് കണ്ടപ്പോൾ അശ്വത്ഥാമാവിന് ഭീഷ്മര ശരശയിൽ വീഴ്ത്തിയത് മാത്രമേ ഓർമ്മ വന്നുള്ളൂ. ശിഖണ്ഡി അശ്വത്ഥാമാവിന് നേരെ അസ്ത്രങ്ങൾ തുരുതുര അയക്കുന്നു. അശ്വത്ഥാമാവ് തൻ്റെ വാള് ചുഴറ്റി പരിചയ കൊണ്ട് തടുത്തൊക്കെ മുന്നോട്ട് പാഞ്ഞു കയറി ഈ അസ്ത്രങ്ങളെല്ലാം അടിച്ചു തെറിപ്പിച്ചിട്ട് വാളുകൊണ്ട് ഒരൊറ്റ വീശ്. അടുത്ത നിമിഷം അവിടെയുള്ളവർ കണ്ടത്
ശിഖണ്ഡി 2 ഭാഗമായിട്ട് മുറിഞ്ഞങ്ങ് വീഴുന്നായിരുന്നു. അങ്ങനെ ശിഖണ്ഡിയെയും വധിച്ചു. എന്നിട്ട് അശ്വത്ഥാമാവ് അവിടെ നിന്ന് പാഞ്ഞു നടന്ന് സോമകരെയും പാഞ്ചാലരെയും മുച്ചൂട് മുടിച്ചു. അശ്വത്ഥാമാവിൻ്റെ അലർച്ചയാണെന്ന് അവിടെ കേട്ടുകൊണ്ടിരുന്നത്. ആ അലർച്ചയുടെ ഒപ്പം ഈ പാണ്ഡവരുടെ പക്ഷത്തുണ്ടായിരുന്ന പാഞ്ചാലരുടെയും സോമകരുടെയും നിലവിളിയും ഉണ്ടായിരുന്നു. അങ്ങനെ അതിഭയാനകമായ രീതിയിൽ അശ്വത്ഥാമാവ് കണ്ടു നിൽക്കാൻ പോലും പറ്റാത്ത രീതിക്ക് അവിടെയുള്ള ആളുകളെ എല്ലാം വെട്ടിവീഴ്ത്തിക്കൊണ്ടിരുന്നു. പാഞ്ചാലരുടെയും സോമകരുടെയും അന്ത്യം അശ്വത്ഥാമാവ് വന്നവരെ ഉറപ്പിച്ചുകൊണ്ടേയിരുന്നു. ആ ശിബിരത്തിൽ നിന്ന് അന്ന് ഗജങ്ങൾ ഉറക്കെ നിലവിളിക്കുന്ന ശബ്ദവും കുതിരകൾ ഉറക്കെ നിലവിളിക്കുന്ന ശബ്ദവും എല്ലാം കേട്ടു. ചിഹ്നം വിളിച്ചുകൊണ്ട് വരുന്ന ആനകളെ എല്ലാം അശ്വത്ഥാമാവ് വെട്ടിവീഴ്ത്തി. വരാത്തതിൻ്റെ പിന്നാലെ പോയി അശ്വത്ഥാമാവ് ആക്രമിച്ചു. കണ്ട കുതിരകളെ എല്ലാം അശ്വത്ഥാമാവ് വെട്ടിവീഴ്ത്തി. ഇത് കണ്ട അശ്വത്ഥാമാവിനെ ഭയന്നിട്ട് ഈ ഒരു ശിബിരത്തിൽ നിന്ന് പുറത്തേക്ക് കുറേ പേര് ഓടി. ആ ഓടിപ്പോണവരെല്ലാം ശിബിരത്തിൻ്റെ പുറത്ത് ആ കവാടത്തിൻ്റെ ഭാഗത്തായി നിന്ന കൃപാചാര്യരും കൃതവർമാവും കൂടെ ചേർന്ന് അസ്ത്രങ്ങൾ കൊണ്ട് പെരുമഴ സൃഷ്ടിച്ച് അവരെയെല്ലാം വധിച്ചു വീഴ്ത്തിക്കൊണ്ടിരുന്നു. അങ്ങനെ പതുക്കെ സൂര്യോദയം സംഭവിച്ചു തുടങ്ങി. സൂര്യോദയം സംഭവിച്ചു തുടങ്ങിയ സമയത്ത് ഇവരെല്ലാവരും അവിടെ നിന്ന് പോയി. രാക്ഷസന്മാരും പോയി, ഈ പിശാചുക്കളും അതുപോലെ തന്നെ പ്രേതങ്ങളും എല്ലാം അവിടെ നിന്ന് പോയി. സൂര്യൻ്റെ കിരണത്തിൽ അവിടെ ഒരു രൂപം ചുവന്ന നിറത്തിൽ തിളങ്ങിത്തുടങ്ങി. കൃതവർമാവും കൃപാചാര്യരും നോക്കിയപ്പോൾ വാള് വീശിക്കൊണ്ട് സൂര്യൻ ഇങ്ങനെ പിറക്കെ ഉദിച്ചു വരുന്നു. ഒരു രൂപം അവിടെ മിന്നൽ വേഗത്തിൽ പാഞ്ഞുപോയി. രഥത്തിൽ സഞ്ചരിച്ച അസ്ത്രങ്ങളെയ്തും തുരുതുരാ അസ്ത്രങ്ങളെയ്തും രഥത്തിൽ നിന്ന് ചാടിയിറങ്ങി തൻ്റെ വാളുകൾ കൊണ്ട് വെട്ടിവീശിയുമെല്ലാം ഒരു രൂപം മിന്നൽ വേഗത്തിൽ ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു, അതിവേഗത്തിൽ. അങ്ങനെ പതുക്കെ അവസാനത്തെ പ്രതിയോഗിയെയും വെട്ടിവീഴ്ത്തിയതിന് ശേഷം ആ രൂപം തൻ്റെ രഥത്തിൽ പതുക്കെ പുറത്തു വന്നു. ഏങ്ങി ആ രൂപം പുറത്തോട്ട് വരുന്നതിനനുസരിച്ച് കൃതവർമാവും കൃപാചാര്യരും കണ്ട് ഭയപ്പെട്ടു പോവുകയായിരുന്നു. കാരണം അകത്തേക്ക് പോയത് അശ്വത്ഥാമാവാണെങ്കിൽ പുറത്തേക്ക് വരുന്നത് ചുവന്ന നിറത്തിലുള്ള ഏതോ രൂപമായിരുന്നു. വാള് കയ്യിൽ പിടിച്ചിട്ടുണ്ടായിരുന്നു. വാളിന് ചുവന്ന നിറം, പിടിക്ക് ചുവന്ന നിറം, കൈക്കും ചുവന്ന നിറം. ഇത് ആ വാള് കയ്യിലോട്ട് ചേർന്നു പോയോ എന്ന് തോന്നിപ്പോയി. അങ്ങനെ ചുവന്ന നിറത്തിൽ പുറത്തെത്തിയിട്ട് അശ്വത്ഥാമാവ് പറഞ്ഞു, യുദ്ധം നമ്മൾ ജയിച്ചിരിക്കുന്നു. അങ്ങനെ ഇവർ 3 പേരും അവിടെ നിന്നുകൊണ്ട് ജയം ആഘോഷിച്ചു. എന്നിട്ട് ചെന്ന് ദുര്യോധനനോട് കാര്യം പറഞ്ഞു. ദുര്യോധനൻ സന്തോഷിച്ചിട്ട് നിശബ്ദനായി. തൻ്റെ ദീർഘശ്വാസം, അവസാനത്തെ ശ്വാസമെടുത്ത് ദുര്യോധനൻ വീരസ്വർഗത്തിലേക്ക് പോയി. ഈ സമയം ഈ വാർത്ത അവിടെ നിന്ന് ഒരാൾ ഓടി പാണ്ഡവരുടെ അടുത്തേക്ക് പോയി. ആരായിരുന്നു? ദൃഷ്ടദ്യുമ്നൻ്റെ സാരഥി. അയാൾ മാത്രം ജീവനോടെ ഉണ്ടായിരുന്നു. അവർ പാഞ്ഞുപോയി പാണ്ഡവരോട് ഈ കാര്യം പറഞ്ഞപ്പോൾ യുധിഷ്ഠിരൻ തകർന്നുപോയി. തൻ്റെ മക്കളെല്ലാവരും പോയല്ലോ. ആദ്യം ഇരവാൻ പോയി, പിന്നീട് അഭിമന്യു, പിന്നീട് ഘടോൽകചൻ, പിന്നീട് ഉപപാണ്ഡവരും എല്ലാവരും പോയി. ഇനി എന്ത് എന്ന് ചിന്തിച്ചിട്ട് യുധിഷ്ഠിരൻ്റെ ദേഹം തളർന്ന് യുധിഷ്ഠിരൻ അങ്ങ് വീണു. സാത്വികി ചാടിപ്പോയി യുധിഷ്ഠിരനെ അങ്ങ് പിടിച്ചു. ഒപ്പം മറ്റ് 4 പാണ്ഡവരും കൂടെ എത്തി. അങ്ങനെ യുധിഷ്ഠിരനെ പെട്ടെന്ന് ഉണർത്തി. യുധിഷ്ഠിരന് അസഹനീയമായ വേദന. എന്തു ചെയ്യണമെന്നറിയാൻ വയ്യ. ദ്രൗപദി ഇത് അറിയുമ്പോഴത്തേക്കും എന്താ ചെയ്യുക? സദസ്സിൽ വെച്ച് അവളെ അപമാനിച്ചു, അവളുടെ പുത്രന്മാരെ വധിച്ചു. ഇപ്പോൾ ദാ അവൾക്ക് ജനിച്ച അവളുടെ 5 പുത്രന്മാരെയും വധിച്ചു. ഇനി ഞാൻ എന്ത് അവളോട് പറയും? എനിക്ക് അവളുടെ ദുഃഖം ഇനി കണ്ടു നിൽക്കാൻ പറ്റത്തില്ലല്ലോ എന്ന് പറഞ്ഞു. കൃഷ്ണനും മറ്റുള്ളവരും എല്ലാം യുധിഷ്ഠിരനെ എങ്ങനെയൊക്കെയോ സമാധാനിപ്പിച്ചു. യുധിഷ്ഠിരനൊടുവിൽ നകുലനോട് പറഞ്ഞു, നകുല, പോയി ദ്രൗപദിയെ ഉപപ്ലവ്യത്തിൽ നിന്ന് വിളിച്ചുകൊണ്ടുവാ എന്ന് പറഞ്ഞു. ദ്രൗപദി മറ്റൊരു സ്ഥലത്തായിരുന്നു. അവിടെ നിന്ന് ദ്രൗപദിയെ വിളിച്ചുകൊണ്ടുവാ എന്ന് പറഞ്ഞു. ദ്രൗപദിയോട് നകുലൻ കാര്യങ്ങളൊന്നും പറഞ്ഞില്ല. പക്ഷേ ആ മാതൃഹൃദയം പിടഞ്ഞിട്ടുണ്ടായിരുന്നു. തനിക്ക് വീണ്ടും തൻ്റെ പുത്രന്മാരെ നഷ്ടപ്പെട്ടോ എന്ന് ദ്രൗപദിക്ക് നല്ലതുപോലെ സംശയമുണ്ടായിരുന്നു. രഥത്തിൽ നിന്ന് ദ്രൗപദിയെ നകുലൻ കൈപിടിച്ച് നിലത്തേക്കിറക്കി. ദ്രൗപദി നടന്നു വന്നപ്പോൾ പതുക്കെ തൻ്റെ കൈകളിങ്ങനെ കൂട്ടിപ്പിടിക്കുന്നുണ്ടായിരുന്നു. എന്തോ സംഭവിച്ചിട്ടുണ്ട്. അങ്ങനെ സംഭവിച്ച കാര്യം ദ്രൗപദിയോട് പറഞ്ഞു. ദ്രൗപദിയുടെ കൈകൾ വിറച്ചു തുടങ്ങി, കണ്ണുകൾ പതുക്കെ മുകളിലോട്ട് പോയി തുടങ്ങി, കാലുകൾ വിറച്ചു തുടങ്ങി. ദേഹം തളർന്ന് ദ്രൗപദി നിലത്തേക്ക് വീഴാൻ പോയ സമയത്ത് ശക്തമായ ഒരു കൈ വന്ന് ദ്രൗപദിയെ കൂട്ടി അങ്ങ് പിടിച്ചു. ദ്രൗപദി കണ്ണു തുറന്ന് നോക്കിയപ്പോൾ അവളുടെ മുഖത്തേക്ക് നോയിക്കൊണ്ട് നിൽക്കുന്ന അവളുടെ പ്രിയപ്പെട്ട ഭീമനെയാണ് കാണാൻ കഴിഞ്ഞത്. ദ്രൗപദിയെ ഭീമൻ ഉയർത്തി ചേർത്ത് പിടിച്ചു. വിലപിച്ചുകൊണ്ടിരുന്നപ്പോൾ ദ്രൗപദിയുടെ അടുത്ത് നിന്ന് എല്ലാവരും ദ്രൗപദിയെ സമാധാനിപ്പിച്ചു. ദ്രൗപദി പറഞ്ഞു, ഈ ക്രൂരകൃത്യം ചെയ്തവനെ വധിച്ചിരിക്കണം. അവനിനി ഒരു സൂര്യോദയം കാണാൻ ഉണ്ടാവാൻ പാടില്ല. അവനെ വധിച്ചിരിക്കണം എന്ന് ദ്രൗപദി പറഞ്ഞു. അത് കേട്ടുടനെ യുധിഷ്ഠിരൻ പറഞ്ഞു, ഈ കർമ്മം ചെയ്തതിന് ശേഷം കാട് കയറിയിരിക്കുകയാണ് അശ്വത്ഥാമാവ്. യുധിഷ്ഠിരൻ വീണ്ടും പറഞ്ഞു, ദ്രൗപദി,
ധർമ്മത്തിൻ്റെ പാത ചിന്തിക്കൂ, ക്ഷത്രിയധർമ്മം മനസ്സിലാക്കൂ. ശാന്തയായാലും ദ്രൗപദിക്ക് ആ ദേഷ്യമങ്ങാട്ട് സഹിക്കാൻ വയ്യാതെ മുഖം വെട്ടിത്തിരിച്ചിട്ട് ദ്രൗപദി ഒരു നോട്ടം യുധിഷ്ഠിരനെ നോക്കി. ആ കണ്ണിൽ നിന്ന് അഗ്നി വന്ന് യുധിഷ്ഠിരനെ ഭസ്മമാക്കി കളഞ്ഞോ എന്ന് യുധിഷ്ഠിരന് തോന്നിപ്പോയി. ശക്തയായ ആ സ്ത്രീ തിരിഞ്ഞെല്ലാവരെയും നോക്കിയിട്ട് പറഞ്ഞു, അശ്വത്ഥാമാവിൻ്റെ നെറ്റിയിലെ രത്നം, പ്രശസ്തമായ ആ ചൂടാമണി, ഈ ലോകത്തിലുള്ള സമസ്ത രത്നങ്ങളെക്കാട്ടിയും അമൂല്യമാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അവനെ വീഴ്ത്തി അവൻ്റെ നെറ്റിയിലെ രത്നം എൻ്റെ മുന്നിൽ കൊണ്ടുവന്നേ തീരുള്ളൂ എന്ന് പറഞ്ഞു. ദ്രൗപദി ഇത് പറഞ്ഞിട്ടും മറ്റുള്ള ഭർത്താക്കന്മാർക്ക് ഒരു അനക്കവും ഇല്ലാത്തത് കൊണ്ട് തന്നെ ആയിരിക്കണം ദ്രൗപദി നേരെ ഭീമൻ്റെ അടുത്തേക്ക് തിരിച്ചു. എന്നിട്ട് പറഞ്ഞു, അല്ലയോ ഭീമ, ക്ഷത്രിയധർമ്മം അറിവുള്ളവനെ, എന്നെ സംരക്ഷിച്ചാലും എൻ്റെ പുത്രന്മാരെ വീഴ്ത്തിയവൻ ഇനി ഒരു സൂര്യോദയവും കൂടെ കാണാൻ പാടില്ല. അങ്ങ് ആ ധർമ്മം ചെയ്തേ മതിയാവുള്ളൂ. എന്നിട്ട് ദ്രൗപദി ഭീമൻ്റെ കയ്യിൽ ഇങ്ങനെ മുറുക്കി പിടിച്ചിട്ട് പറഞ്ഞു, ഈ പ്രപഞ്ചത്തിൽ പാണ്ഡവരെക്കുറിച്ച് കേട്ടിട്ടുള്ള എല്ലാ ആളുകൾക്കും അറിയാം എന്നൊക്കെ പാണ്ഡവർക്കൊരു വിപത്തുണ്ടായിട്ടുണ്ടോ. കുട്ടിക്കാലം മുതൽ അവരെ സംരക്ഷിച്ചിരുന്നത് ഈ കൈയുടെ കൈക്കരുത്താണെന്ന്. അതുകൊണ്ട് ആര്യപുത്ര ഭീമസേന, എൻ്റെ ഈ ആഗ്രഹം സാധിച്ചു തന്നാലും കൂടുതൽ സംസാരിക്കാനൊന്നുമില്ല, സ്പോട്ടിൽ കയറി രഥത്തിൻ്റെ. എന്നിട്ട് നകുല എടറാ രഥം എന്ന് പറഞ്ഞു. അതായത് രഥത്തിലേക്ക് കയറിയിട്ട് നകുലൻ്റെ അടുത്ത് പറഞ്ഞു, നകുല രഥം ഓടിക്കാൻ പറഞ്ഞു. കൂടുതൽ ചോദിക്കാനും പറയാനൊന്നുമില്ല, സ്പോട്ടിൽ അവിടെ നിന്ന് ഭീമൻ പാഞ്ഞു. ഭീമൻ ഈ പാഞ്ഞു പോകുന്ന ആ പോക്ക് കണ്ട കൃഷ്ണൻ ഉടനെ തന്നെ യുധിഷ്ഠിരനോട് എന്നിട്ട് പറഞ്ഞു, ജ്യേഷ്ഠ യുധിഷ്ഠിര, അങ്ങേക്ക് അറിവുള്ളതാണ്, അശ്വത്ഥാമാവിൻ്റെ കയ്യിൽ ബ്രഹ്മശിര എന്നൊരു ദിവ്യാസ്ത്രമുണ്ട്. ഭീമൻ ജ്യേഷ്ഠൻ്റെ ക്രോധത്തിന് മുന്നിൽ ഒരിക്കലും ആർക്കും പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ലായിരിക്കും. പക്ഷേ ബ്രഹ്മശിര, ആ ബ്രഹ്മശിര എടുത്തു തൊടുത്താൽ അതിൽ നിന്ന് ഭീമൻ ജ്യേഷ്ഠന് രക്ഷപ്പെടാനാകത്തില്ല. അറിയാലോ, അർജുനൻ അറിയാം ബ്രഹ്മശിരയെക്കുറിച്ചുള്ള ജ്ഞാനം. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നമ്മളങ്ങോട്ട് പോയേ മതിയാവുള്ളൂ എന്ന് പറഞ്ഞു. ഇവിടെ പറഞ്ഞു വരുന്ന ഒരു വലിയ കൺഫ്യൂഷനാണ്. കാരണം എല്ലാ കഥകളിലും നമ്മൾ കേൾക്കുന്നത് അശ്വത്ഥാമ അവസാനം ബ്രഹ്മാസ്ത്രം എടുത്ത് കൊടുത്തു എന്നാണ്. ഇനിയെങ്കിലും ആ കൺഫ്യൂഷൻ ഒന്ന് മാറട്ടെ. ബ്രഹ്മാസ്ത്രമല്ല തൊടുത്തത്, ബ്രഹ്മശിരയാണ്. ബ്രഹ്മാസ്ത്രം ഇതിനു മുമ്പ് ഒരുപാട് തവണ തൊടുക്കുന്നുണ്ട്. ഭയങ്കര ശക്തി കൂടിയ അസ്ത്രം, 2 ദിവ്യാസ്ത്രങ്ങൾ കൂട്ടിമുട്ടിയാൽ പ്രശ്നമുണ്ടാകുമെന്നൊക്കെ പറയുന്നത് ബ്രഹ്മശിരയാണ്. ബ്രഹ്മശിരാസ്ത്രം, ഒരു ബ്രഹ്മശിര എന്ന് പറയുന്നത് 5 ബ്രഹ്മാസ്ത്രത്തിൻ്റെ ശക്തിക്ക് തുല്യമെന്നാണ് പറയുന്നത്. ആ ബ്രഹ്മശിരയാണ് അവസാനം തൊടുക്കുന്നത്. ഇത് പല സ്ഥലത്തും നീണ്ടു നിൽക്കുന്നൊരു കൺഫ്യൂഷനാണ് കേട്ടോ. അങ്ങനെ അശ്വത്ഥാമാവ് ഉള്ള ആ സ്ഥലത്തേക്ക് ഭീമസേനൻ പാഞ്ഞെടുക്കുകയാണ്. അടുത്ത നിമിഷം കൃഷ്ണൻ്റെ ദിവ്യമായിട്ടുള്ള രഥം കൊണ്ടുവന്നു. ആ രഥത്തിൽ കൃഷ്ണൻ്റെ പ്രശസ്തമായിട്ടുള്ള 4 കുതിരകൾ, ശൈബ്യൻ, സുഗ്രീവൻ, മേഘപുഷ്പൻ, വലാഹകൻ, ആ 4 കുതിരകളെയും പൂട്ടി കൃഷ്ണൻ ആ വലിയ രഥത്തിൽ കയറി. ഒപ്പം അർജുനനും യുധിഷ്ഠിരനും കയറി. ഭീമൻ പോകുന്നതിന് പിന്നാലെ വെച്ച് വിട്ടു. ഈ നകുലൻ രഥയോട്ടത്തിൽ എക്സ്പേർട്ടാണല്ലോ, അപ്പം ചിന്തയുടെ വേഗത്തിൽ രഥം പോയെന്നാണ് പറയുന്നത്. അങ്ങനെയാ നകുലൻ ആ രഥം കൊണ്ടുപോകുന്നത്. ഭീമന ക്രോധം അടങ്ങുന്നുമില്ല. ഇവരെങ്ങനെയൊക്കെയോ ആ രഥത്തിൻ്റെ ഒപ്പം ഓടിപ്പിടിച്ചെത്തി. ഈ സമയം അശ്വത്ഥാമാവ് ഭീമൻ്റെ കണ്ണിൽപ്പെട്ടു. ഭീമൻ, അശ്വത്ഥാമാവേ നിൽക്കൂ എന്നും പറഞ്ഞ് വില്ലുയർത്തി അസ്ത്രമെടുത്ത് ഇങ്ങനെ ഞാണ് പുറകോട്ട് വലിക്കാൻ തുടങ്ങി. ഈ അശ്വത്ഥാമാവേ നിൽക്കൂ എന്ന് പറഞ്ഞത് തന്നെ മുഴക്കത്തിൽ കേട്ടു. കാരണം ഇദ്ദേഹത്തിൻ്റെ ശബ്ദത്തിന് ഒടുക്കത്തെ ബാസാണല്ലോ. അങ്ങനെ വില്ലിലേക്ക് അസ്ത്രമെടുത്ത് വെച്ചിങ്ങനെ പിറക്കോട്ട് വലിക്കുന്ന ഈ കാഴ്ച കണ്ടു അശ്വത്ഥാമാവ്. അവിടെ വേദഭ്യാസനുണ്ടായിരുന്നു, മറ്റു ചില ഋഷിമാരുണ്ടായിരുന്നു. ഒപ്പം അശ്വത്ഥാമാവ് മുടി മുഴുവനും ഇങ്ങനെ പൊടിയൊക്കെ തട്ടി ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. വല്ലാത്തൊരവസ്ഥ ഇരിക്കുകയായിരുന്നേ. അങ്ങനെ ഇരിക്കുന്ന അശ്വത്ഥാമാവ് ഭീമനി വരുന്ന വരവ് കണ്ടപ്പോൾ അശ്വത്ഥാമാവ് ഭയന്നു. തിരിഞ്ഞു നോക്കിയപ്പോഴത്തേക്കും കൂടെ അർജുനനും യുധിഷ്ഠിരനും കൃഷ്ണനുമുണ്ട്. ഇവരെല്ലാവരും കൂടെ ഇങ്ങനെ വരുന്ന വരവ് കണ്ടപ്പോൾ അശ്വത്ഥാമാവിൻ്റെ നെഞ്ചൊന്ന് പിടഞ്ഞു. അശ്വത്ഥാമാവ് ഉടനെ തന്നെ അവിടെ ഉണ്ടായിരുന്നൊരു പുല്ല് കയ്യിലെടുത്തു. സ്വന്തം ജീവൻ രക്ഷിക്കാനായിട്ട് അശ്വത്ഥാമാവ് ആ പുല്ലിലേക്ക് ഒരു മന്ത്രം ആവാഹിച്ചു. ബ്രഹ്മശിരയുടെ മന്ത്രമായിരുന്നു. അങ്ങനെ അതിശക്തി കൂടിയ ദിവ്യാസ്ത്രമായിട്ടുള്ള ബ്രഹ്മശിരാസ്ത്രത്തെ ആവാഹിച്ച് ആ പുല്ലിലേക്ക് വെച്ചിട്ട് അശ്വത്ഥാമാവ് മന്ത്രം ജപിച്ചുകൊണ്ട് വായുവിലേക്ക് ആ പുല്ലെറിഞ്ഞു. ഈ പുല്ല് മുകളിലേക്ക് പോയി ഭയങ്കരമായിട്ടുള്ളൊരു ദിവ്യാസ്ത്രം അവിടെ രൂപപ്പെട്ട് തുടങ്ങുന്നത് കണ്ടുടനെ കൃഷ്ണൻ തൊടുത്ത്, അർജുന ഇനി സമയമില്ല, എത്രയും പെട്ടെന്ന് നിന്റെ ദിവ്യാസ്ത്രം പ്രയോഗിക്കൂ. നിന്റെ ദിവ്യാസ്ത്രം കൊണ്ട് ആ ബ്രഹ്മശിരയെ ശമിപ്പിച്ചേ മതിയാവുള്ളൂ, ഇല്ലെങ്കിൽ വൻ വിപത്താണ് ഉണ്ടാവാൻ പോകുന്നത്, പെട്ടെന്നാകട്ടെ എന്ന് പറഞ്ഞു. അർജുനൻ ഉടനെ തന്നെ ഗാന്ധീപമുയർത്തി മന്ത്രം ജപിച്ചുകൊണ്ട് ഞാണ് പുറക്കോട്ടേക്ക് വലിച്ചു. ഞാണ് പുറക്കോട്ട് വലിച്ചപ്പോൾ അവിടെ ഒരു ഊർജ്ജം രൂപപ്പെട്ടു. ആ ഊർജ്ജം അവിടെ നിലനിർത്തിക്കൊണ്ട് അർജുനൻ വീണ്ടും മന്ത്രങ്ങൾ ജപിച്ചുകൊണ്ട് ആ ഞാണ് പുറക്കോട്ട് വലിക്കാൻ ഒരുങ്ങിയ സമയം ആകാശത്തിൽ മുഴുവനും ഇപ്പോൾ കറുത്ത നിറമായി. കാരണം ഓൾറെഡി ഒരു ബ്രഹ്മശിര ആവാഹിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ കൂടെ മറ്റൊരു ബ്രഹ്മശിരയും കൂടെ ആവാഹിക്കപ്പെട്ടപ്പോഴത്തേക്കും ആകാശം കറുത്ത നിറത്തിലായിട്ട് ചാര നിറത്തിലുള്ള മേഘങ്ങൾ,
ഭൂമിയിലൊക്കെ ഒരു വല്ലാത്തൊരു നിറം, അതായത് പൂർണ്ണമായിട്ടും സൂര്യനില്ലാതെ മങ്ങിയ വെളിച്ചം, അരണ്ട വെളിച്ചം മാത്രമുള്ളൊരു അന്തരീക്ഷം. അങ്ങനെ ഭയാനകവും ഘോരവുമായിട്ടുള്ള അന്തരീക്ഷത്തിൽ എല്ലാവരും ഭയന്നു. ദ്രോണാചാര്യരുടെ പുത്രനായ അശ്വത്ഥാമാവ് പുല്ലിലേക്ക് ബ്രഹ്മശിരയുടെ മന്ത്രം ആവാഹിച്ചു മുകളിലേക്ക് അയച്ചത് പാണ്ഡവരുടെ അന്ത്യം ഉറപ്പുവരുത്തിയാലും എന്നും പറഞ്ഞായിരുന്നു. എന്നാൽ അർജുനൻ തൻ്റെ ഗാണ്ഡീവത്തിൽ നിന്ന് ബ്രഹ്മശിരയുടെ ഊർജ്ജത്തെ ആകാശത്തിലേക്ക് അയച്ചത് അസ്ത്രം കൊണ്ട് അവസാനിക്കട്ടെ എന്ന കമാൻഡ് കൊടുത്തുകൊണ്ടായിരുന്നു. അങ്ങനെ ആ അസ്ത്രത്തെ ലക്ഷ്യമാക്കി അർജുനൻ്റെ ഗാണ്ഡീവത്തിൽ നിന്ന് പോയ ഊർജം ആകാശത്തിൽ അടുത്ത ബ്രഹ്മശിരയ്ക്ക് രൂപം കൊടുത്തു. അഗ്നി കൊണ്ടുണ്ടായ രൂപം, ചുറ്റിനും പല നിറത്തിലുള്ള ഊർജം, പല ചക്രങ്ങൾ ചുറ്റിനുമുണ്ടാകുന്നു. അതിന് ചുറ്റും ഭയാനകമായിട്ടുള്ളൊരു തീ, രണ്ട് വെളിച്ചം മാത്രം ആകാശത്തിൽ. ഇത് രണ്ടും കൂടെ ആർത്തിളച്ച് പരസ്പരം ലക്ഷ്യമാക്കി ഇങ്ങനെ രൂപപ്പെട്ടുകൊണ്ടിരുന്ന സമയം വേദവ്യാസനും നാരദമുനിയും കൂടെ അർജുനൻ്റെ അടുത്തെത്തിയിട്ട് പറഞ്ഞു, അർജുന, എന്ത് തെറ്റാണ് നീ ചെയ്തിരിക്കുന്നത്? നിനക്കറിയത്തില്ലേ ബ്രഹ്മശിരാസ്ത്രം ഒരിക്കലും മനുഷ്യർക്ക് നേരെ പ്രയോഗിക്കാൻ പാടില്ല എന്ന്? നീ ഇപ്പോൾ അത് ചെയ്തിരിക്കുകയല്ലേ? ഉടനെ തന്നെ അർജുനൻ 2 മുനിമാരെയും വണങ്ങിയിട്ട് പറഞ്ഞു, അല്ലയോ മഹാന്മാരെ, നിങ്ങൾക്കറിയുന്നതല്ലേ, ദ്രോണപുത്രനായ അശ്വത്ഥാമാവ് അദ്ദേഹം ആദ്യം ബ്രഹ്മശിര പ്രയോഗിച്ചിരിക്കുകയാണ്. ഞാൻ ആ ബ്രഹ്മശിര ശമിക്കുവാൻ വേണ്ടിയുള്ള ഉത്തരവ് കൊടുത്തിട്ടാണ് എൻ്റെ ബ്രഹ്മശിര തൊടുത്തേക്കുന്നത്. അങ്ങയുടെ ഉപദേശപ്രകാരം ഞാൻ എൻ്റെ ബ്രഹ്മശിര തിരിച്ചെടുക്കാം. പക്ഷേ ഞാൻ എൻ്റെ ബ്രഹ്മശിര തിരിച്ചെടുക്കുന്ന അടുത്ത ക്ഷണം ആചാര്യപുത്രൻ നയിക്കുന്ന ബ്രഹ്മശിര നമ്മളെ നശിപ്പിക്കുന്നതായിരിക്കും. അതുകൊണ്ട് അത് പരിഹരിക്കുവാനുള്ള എന്തെങ്കിലും ഒരു ഉപായം അങ്ങ് കണ്ടാലോ എന്ന് പറഞ്ഞിട്ട് അർജുനൻ ആ ബ്രഹ്മശിരയെ തിരിച്ചാവാഹിച്ചു. അങ്ങനെ ആകാശത്തിൽ നിർമ്മിക്കപ്പെട്ട അർജുനൻ്റെ ബ്രഹ്മശിരയുടെ ഊർജ്ജം പൂർണ്ണമായും തിരിച്ച് അർജുനൻ്റെ വില്ലിലേക്ക് കയറി അപ്രത്യക്ഷമായി. അശ്വത്ഥാമാവ് ഉടനെ പറഞ്ഞു, അല്ലയോ ഭഗവാനെ, എനിക്ക് ഈ ബ്രഹ്മശിര തിരിച്ചാവാഹിക്കാൻ കഴിയില്ല. ഞാനിത് പ്രയോഗിച്ചത് എന്തുകൊണ്ടാണെന്നറിയോ? എൻ്റെ ജീവനെക്കുറിച്ച് ആലോചിച്ച് ഭയന്നിട്ടാണ് ഞാനിത് പ്രയോഗിച്ചത്. ഞാൻ ഭീമസേനനെ കണ്ട് ഭയന്നിട്ടാണ് ഈ ബ്രഹ്മശിര പ്രയോഗിച്ചിരിക്കുന്നത്. എനിക്കിത് തിരിച്ചാവാഹിക്കാൻ കഴിയത്തില്ല, തിരിച്ചാവാഹിക്കാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടുമില്ല. ദുര്യോധനനെ ഭീമസേനൻ വധിച്ചത് തെറ്റായ മാർഗത്തിൽ കൂടെയാണ്. അതേ ഭീമസേനനെ കണ്ടിട്ടാണ് എനിക്ക് ഭയം വന്നത്. എനിക്കിത് തിരിച്ചാവാഹിക്കാൻ കഴിയത്തില്ല. അശ്വത്ഥാമാവേ, നിൻ്റെയും ഈ രാജ്യത്തിൻ്റെയും അവരുടെയും സുരക്ഷ ഉറപ്പുവരുത്തണം. അതിനുവേണ്ടി തന്നെ നീ ബ്രഹ്മശിര തിരിച്ചാവാഹിച്ചേ മതിയാവുള്ളൂ. പിന്നെ അത് മാത്രമല്ല, നിൻ്റെ ചൂടാമണി ഊരി നീ ധർമ്മരാജനായ യുധിഷ്ഠിരന് നൽകണം. ഇത് ചെയ്തേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. ഇത് കേട്ട അശ്വത്ഥാമാവ് പറഞ്ഞു, പാണ്ഡവർക്കല്ലെങ്കിൽ തന്നെ വിലമതിക്കാനാകാത്ത ഒരുപാട് രത്നങ്ങളുണ്ടല്ലോ. ഇനി കൗരവരുടെ രത്നങ്ങളും അവർക്ക് തന്നെ ലഭിക്കും. എന്നാൽ അതിനെയൊക്കെ കാട്ടിയും അമൂല്യമായ ഒന്നാണ് എൻ്റെ ഈ ചൂടാമണി. ധരിച്ചിരിക്കുന്നവന് ഭയം, അസുഖങ്ങൾ, വിശപ്പ് ഇതൊന്നും ഉണ്ടാവുകയില്ല. അതുപോലെ തന്നെ സംരക്ഷണവും നൽകും. ഇത് ഞാൻ ഒരിക്കലും ആർക്കും കൊടുക്കാൻ പാടില്ല, ഊരി മാറ്റാനും പാടില്ല. എന്നിരുന്നാൽ പോലും ഞാൻ ഈ രത്നം ഊരിത്തരാം എന്നും പറഞ്ഞ് അശ്വത്ഥാമാവ് തൻ്റെ നെറ്റിയിൽ നിന്ന് ആ ചൂടാമണി വലിച്ചൂരി വേദവ്യാസൻ്റെ കയ്യിലേക്ക് കൊടുത്തു. അല്ലാതെ നമ്മൾ പല സ്ഥലങ്ങളിൽ കണ്ടേക്കുന്നത് പോലെയൊന്നുമല്ല. അശ്വത്ഥാമാവ് സ്വന്തം താല്പര്യപ്രകാരം വേദവ്യാസൻ പറഞ്ഞത് കേട്ടിട്ടാണ് നെറ്റിയിൽ നിന്ന് ഈ രത്നമൂരി കൊടുത്തത്. എന്നിട്ട് പറഞ്ഞു, ബ്രഹ്മശിരയുടെ കാര്യത്തിൽ എനിക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല. ക്രോധത്തിൽ എൻ്റെ ശ്രദ്ധകളെല്ലാം നഷ്ടപ്പെട്ടു പോയി. എൻ്റെ ചിത്തം ശൂന്യമായി. എനിക്കെന്ത് ചെയ്യണമെന്നറിയാൻ പറ്റാത്ത സാഹചര്യത്തിൽ ഞാൻ തൊടുത്തതാണ്. അതുകൊണ്ട് തന്നെ ഈ ബ്രഹ്മശിര പാണ്ഡവരുടെ ഏതെങ്കിലും ഒരു ഗർഭപാത്രത്തിൽ പ്രവേശിക്കുക തന്നെ ചെയ്യും. അതിനെനിക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല. വേറൊരു നിവർത്തിയുമില്ല എന്ന് മനസ്സിലാക്കിയ വേദവ്യാസൻ പറഞ്ഞു, ശരി, നിൻ്റെ ബുദ്ധി മാറ്റരുത്, നീ വേറൊന്നും ചിന്തിക്കുകയും ചെയ്യരുത്, ആ ഗർഭപാത്രത്തിലേക്ക് തന്നെ ഇത് അയച്ചാലും എന്ന് പറഞ്ഞു. ഇത് കേട്ട അശ്വത്ഥാമാവ് തകർന്നുപോയി. ഈ സമയം അവിടെ ശ്രീകൃഷ്ണസ്വാമിയുടെ ശബ്ദം കേട്ടു തുടങ്ങി. ഒരിക്കൽ ഗാന്ധീവധാരിയുടെ മരുമകളായ വിരാട രാജകുമാരി ഉത്തര, അഭിമന്യുവിൻ്റെ പത്നിയായ ഉത്തര ഉപപ്ലവ്യത്തിലേക്ക് പോയപ്പോൾ അവിടെ ഒരു ബ്രാഹ്മണൻ അവളെ കാണുകയുണ്ടായി. ആ ബ്രാഹ്മണൻ അവൾക്കൊരു വരദാനം നൽകിയിരുന്നു. കുരുക്കൾ ഒടുങ്ങിയാലും അവളുടെ ഉള്ളിലൊരു ജന്മമുണ്ടാകുമെന്ന്. വൻ പരീക്ഷണത്തെ ജയിച്ച അവൻ്റെ നാമധേയം പരീക്ഷിത് എന്നായിരിക്കും. അത് സത്യമാവുക തന്നെ ചെയ്യും. വിധി, എല്ലാവരും ഒടുങ്ങിയാലും വിജയിയായ ഒരു പുത്രൻ പാണ്ഡവർക്കുണ്ടാവും. ഇത് കേട്ട അശ്വത്ഥാമാവ് തിരിഞ്ഞ് ക്രോധത്തോടെ കൃഷ്ണനെ നോക്കിയിട്ട് പറഞ്ഞു, കൃഷ്ണ, പാണ്ഡവരോടുള്ള നിൻ്റെ പക്ഷാഭേദം കാരണമാണ് നീ പറഞ്ഞത്. ഞാൻ പറഞ്ഞത് ഒരിക്കലും ഫലിക്കാതിരിക്കത്തില്ല. എല്ലാവരും അവസാനിച്ചിരിക്കും. ഈ സമയം വാസുദേവൻ ശ്രീകൃഷ്ണൻ പറഞ്ഞു, വിധി, എൻ്റെ വീര്യത്തെയും തപോബലത്തെയും ശക്തിയെയും ഊർജത്തെയും അറിഞ്ഞുകൊള്ളുക. നീ അയച്ച ബ്രഹ്മശിരയിൽ ഞാൻ ഒട്ടും സംശയിക്കുന്നില്ല. ആ ദിവ്യാസ്ത്രം ഉത്രയുടെ ഗർഭത്തിൽ തന്നെ പ്രവേശിക്കും. ചാപിള്ളയായി തന്നെ ചിലപ്പോൾ ആ കുഞ്ഞ് ജനിക്കുമായിരിക്കും. പക്ഷേ ആ കുഞ്ഞ് ജീവിക്കും. ശക്തനായ ഒരു ക്ഷത്രിയനായി തന്നെ ജീവിക്കും. കൃപാചാര്യരിൽ നിന്ന് ശാസ്ത്രത്തിലും ജ്ഞാനം നേടും. ദിവ്യാസ്ത്രജ്ഞാനവും ഉണ്ടാവും. അവൻ
ഈ ഭൂമി ഭരിക്കുകയും ചെയ്യും. അവൻ്റെ നാമധേയം പരീക്ഷിത്ത് എന്നായിരിക്കും. പക്ഷെ നീ ഹീനമായ ഈ പ്രവർത്തികൾ ചെയ്ത നീ ചെയ്ത കർമ്മത്തിനുള്ള ഫലം അനുഭവിക്കുക തന്നെ ചെയ്യും. 3000 ആണ്ട് നീ അലഞ്ഞു തിരിഞ്ഞ് നടക്കും. നിനക്ക് തുണയ്ക്കാരും ഉണ്ടാകത്തില്ല, നിനക്ക് കൂട്ടിനാരും ഉണ്ടാകത്തില്ല, നിന്നെ സഹായിക്കാനും ഒരു മനുഷ്യക്കുഞ്ഞു പോലും ഉണ്ടാകത്തില്ല. എല്ലാവിധ അസുഖങ്ങളും ബാധിച്ച് വ്രണപ്പെട്ട് കറുത്ത കമ്പളം പുതഞ്ഞ് രാജ്യങ്ങളായ രാജ്യം ഒരു തുണയുമില്ലാതെ നീ അലഞ്ഞു തിരിഞ്ഞ് നടക്കുക തന്നെ ചെയ്യും 3000 കൊല്ലം എന്ന് കൃഷ്ണൻ പറഞ്ഞു. കൃഷ്ണൻ പറഞ്ഞത് പ്രകാരം 3000 കൊല്ലം കഴിഞ്ഞു. പുള്ളിക്കാരനിപ്പം മിക്കവാറും ശാപമോക്ഷം കിട്ടിയിട്ടുണ്ടാവണം. അപ്പം ഇങ്ങനെ ശപിച്ചു. ഇത് കേട്ട അശ്വത്ഥാമാവ് ഒന്നും മിണ്ടിയില്ല. വേദവ്യാസനും കൃഷ്ണൻ എന്തുകൊണ്ട് ശപിച്ചുവെന്ന് അശ്വത്ഥാമാവിനോട് പറഞ്ഞു കൊടുത്തു. അശ്വത്ഥാമാവ് പറഞ്ഞു, മഹാനായ വേദവ്യാസ, ഞാൻ അങ്ങയോടൊപ്പം ചിരഞ്ജീവിയായി ജീവനോടെ ഉണ്ടാകും എന്ന് പറഞ്ഞ് അവരെ വണങ്ങിയിട്ട് പതുക്കെ കാടിലേക്ക് കയറി. അശ്വത്ഥാമാവ് അന്ന് തുടങ്ങിയ യാത്ര ഇന്നും തുടർന്നുകൊണ്ടിരിക്കുന്നു എന്ന് പറയപ്പെടുന്നു. ഈ അശ്വത്ഥാമാവെന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു കഥാപാത്രമാണ്. പുത്തൻ കാലഘട്ടത്തിലുള്ള ഇൻ്റർപ്രിട്ടേഷൻസ് എല്ലാം വളരെ വൈകൃതമായി ചിത്രീകരിക്കുന്ന ഒരു കഥാപാത്രം. എന്നാൽ ഒരിക്കലുമല്ല. നിങ്ങൾ ഒരുപാട് ആരാധിക്കുന്ന പല കഥാപാത്രങ്ങളുടെയും റോളെന്ന് പറയുന്നത് അത് ദ്വാപരയുഗത്തോടുകൂടി കഴിയും. അർജുനൻ്റെയും കർണൻ്റെയും മറ്റ് മഹാരഥന്മാരുടെയും എല്ലാം റോള് അത് ദ്വാപരയുഗത്തിൽ അവസാനിച്ചു. എന്നാൽ അശ്വത്ഥാമാവിൻ്റെ റോള് അതിപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. യുഗങ്ങൾക്കപ്പുറം മറ്റൊരു യുഗത്തിലേക്ക് വീണ്ടും ദൗത്യങ്ങളുമായി സഞ്ചരിക്കുന്ന, പല യുഗങ്ങളെ കണക്ട് ചെയ്യുന്ന ഒരു ലിങ്കാണ് അശ്വത്ഥാമാവ്. നിങ്ങൾ ഇത്രയും കാലഘട്ടം കേട്ട അശ്വത്ഥാമാവിൽ നിന്ന് വളരെ വ്യത്യസ്തനായിട്ടുള്ളൊരു അശ്വത്ഥാമാവിനെയല്ലേ ഈ സീരീസിൽ കണ്ടത്? എന്നാൽ അതിനുപരിയാണ് അശ്വത്ഥാമാവ് ഒരുപാട് കാര്യങ്ങൾ. ഇത് മഹാഭാരതത്തിൽ ഇല്ലാത്ത കുറച്ച് കാര്യം കൂടെ ഞാൻ പറയുകയാണ്. അശ്വത്ഥാമാവ് ഒരു മഹാഗുരുവായിരുന്നു, ഒരു വലിയ ഗുരുവായിരുന്നു. തൻ്റെ അടുത്ത് പഠിക്കാൻ വരുന്ന ആളുകളെ ആ കാലഘട്ടത്തിൽ എല്ലാ ഗുരുക്കന്മാരും ജാതി വ്യവസ്ഥ നോക്കിയാണ് പഠിപ്പിച്ചിരുന്നേ. അശ്വത്ഥാമാവിന് ജാതി വ്യവസ്ഥ ഇല്ലായിരുന്നു. ആര് തൻ്റെ അടുത്ത് പഠിക്കാൻ വന്നാലും അശ്വത്ഥാമാവ് പഠിപ്പിച്ചിരുന്നു. ഒരു നല്ല ഗുരുവായിരുന്നു. കൃഷ്ണൻ അശ്വത്ഥാമാവിന് കൊടുത്ത ശാപം പോലും അശ്വത്ഥാമാവിൻ്റെ ദൗത്യത്തിൻ്റെ ഭാരമാണ്. അതെ, അതിലേക്ക് ഞാൻ വരാം. അതിനു മുമ്പ് അശ്വത്ഥാമാവിനെക്കുറിച്ച് ചില കാര്യങ്ങൾ പറയേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ തന്ത്രത്തിലേക്ക് പോകുമ്പോഴത്തേക്കും പല ഉപാസനാ മാർഗങ്ങളിലും അശ്വത്ഥാമാവ് ഗുരുപരമ്പരകളിൽ വരുന്നെന്ന് പറയുന്നുണ്ട്, ഗുരുവായിട്ട് വരുന്നുണ്ട്. അശ്വത്ഥാമാവിനൊരു ധ്യാന ശ്ലോകം പോലും ഉണ്ടെന്ന് പറയുന്നുണ്ട് ചില ഗുരുപരമ്പരകളിൽ. പിന്നെ അത് മാത്രമല്ല, തന്ത്രത്തിൽ നരസിംഹമൂർത്തിയുടെ 51 ഭാവങ്ങളെ ഉപാസിച്ച് പൂർണ്ണ സിദ്ധി നേടിയ ആൾ അശ്വത്ഥാമാവ്. കാളീകുലത്തിലെ ഉപാസകനായിരുന്നു എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ തന്ത്രത്തിലെ 6 ആമ്നായങ്ങളിലും പൂർണ്ണ ദീക്ഷ കിട്ടി മഹാസാമ്രാജ്യാധിപതി എന്ന പദവി കിട്ടിയിട്ടുള്ള ആൾ അശ്വത്ഥാമാവ്. അത്രയും ദീക്ഷയൊക്കെ കിട്ടിയാലുണ്ടല്ലോ സ്വയം മന്ത്രങ്ങൾ സൃഷ്ടിക്കാൻ കഴിയും, ദേവതകൾക്ക് രൂപം നൽകാൻ കഴിയും. അത്രത്തോളം ശക്തി അയാൾക്കുണ്ടാവും. ഇത് മാത്രമല്ല, പ്രതിയോഗിക്കുന്നതിലെ ഉഗ്രപ്രയോഗങ്ങൾ വരെ അശ്വത്ഥാമാവിനെ ചെയ്യാൻ അറിയാമായിരുന്നു എന്ന് പറയുന്നുണ്ട്. പക്ഷെ അതൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ അത്രയും ജ്ഞാനിയായിരുന്നു. നമ്മൾ പല സ്ഥലത്തിൽ കാണുന്നത് പോലെ ഇങ്ങനെ ഭ്രാന്തമായിട്ടുള്ള വൈകൃതം നിറഞ്ഞ എക്സ്പ്രഷനും ബിഹേവിയറുള്ള ആളല്ലായിരുന്നു. ആളൊരു വിരക്ത മനോഭാവമുള്ള ആളായിരുന്നു. എപ്പോഴും ഇമോഷൻ ന്യൂട്രലായിട്ട് വെച്ചിരുന്ന ഒരാളാണ്. അവസാനമാണ് ക്രോധം കയറിയത്. അതിനു മുമ്പ് വരെ പുള്ളിക്കാരൻ ഇങ്ങനെ തോളിക്കൈയിട്ട് കിടക്കുന്ന ആളൊന്നുമല്ല. വളരെ പക്വതയുള്ള ഒരു ഗുരുവായിരുന്നു. അദ്ദേഹത്തിന് ഒന്നിനും സമയമില്ലായിരുന്നു. കാരണം ഒന്നാമത്തെ കാര്യം രാജ്യഭാരം, രാജ്യത്തിനെ കുറിച്ചുള്ള ചിന്ത, തൻ്റെ ഉപാസനയെക്കുറിച്ചുള്ള കാര്യങ്ങൾ, അതുപോലെ തൻ്റെ ശിഷ്യന്മാരുടെ കാര്യങ്ങൾ, ഇത്രയും കാര്യങ്ങളായിട്ട് ഭയങ്കരമായിട്ട് തിരക്കുള്ള ഒരാളായിരുന്നു അശ്വത്ഥാമാവ്. അല്ലാതെ നമ്മൾ പല സ്ഥലത്തും കണ്ടേക്കുന്ന കണക്ക് വളരെ മോശമായിട്ട് ചിത്രീകരിച്ചേക്കുന്ന ഒരാളല്ല. എന്താ പറയുക, ഇപ്പോഴും തന്ത്രത്തിലെ പല ഉപാസനാ മാർഗങ്ങളിലും അശ്വത്ഥാമാവ് ഗുരുപരമ്പരയിൽ വരുന്നുണ്ട്. അങ്ങനത്തെ ഒരാളാണ് അശ്വത്ഥാമാവ്. ഇപ്പോൾ പല ഉപാസനാ മാർഗങ്ങളിലും മഹാഗുരുവിൻ്റെ സ്ഥാനം അശ്വത്ഥാമാവിനുണ്ട്. അത്രയും ജ്ഞാനിയായിട്ടുള്ളതാണ്. തീർന്നില്ല. അശ്വത്ഥാമാവ് ഈ ചിരഞ്ജീവി എന്ന് പറയുന്നത് ശാപമായി കിട്ടിയെന്ന് പറയുന്നില്ലേ? അശ്വത്ഥാമാവ് ചിരഞ്ജീവിയായി ഇരിക്കുന്നതിന് ഒരു കാരണമുണ്ട്. വേദവ്യാസൻ എന്ന് പറയുന്നത് ഒരാളുടെ പേരല്ല. വേദവ്യാസൻ എന്ന് പറയുന്നത് ഒരു പോസ്റ്റാണ്. അതൊരു സ്ഥലത്ത് ഞാനിങ്ങനെ എഴുതിയേക്കുന്ന കണ്ടായിരുന്നു, ഒരു തെറ്റാണ്. വേദവ്യാസൻ എന്ന് വെച്ചാൽ റൈറ്റർ എന്നാണ് അർത്ഥം. റൈറ്റർ എന്നല്ല. വേദവ്യാസൻ എന്ന് പറഞ്ഞാൽ കമ്പൈലർ, ഡിവൈഡ് ചെയ്ത ആൾ, വ്യാസിച്ചവനെന്ന അർത്ഥം. ഒന്നായി കിടന്ന വേദങ്ങളെ 4ആയി വ്യാസിച്ചവനാരോ അവൻ വേദവ്യാസൻ. ദ്വാപര യുഗത്തിൽ വേദങ്ങളെ വ്യാസിച്ച്
നാലാക്കിയ ആളായിരുന്നു വേദവ്യാസൻ. ആ പട്ടപ്പേര് കിട്ടിയ ആളുടെ പേര് കൃഷ്ണദ്വൈപായനൻ എന്നാണ്. അതായത് നമ്മളിപ്പോൾ വായിക്കുന്ന വ്യാസമഹാഭാരതം എന്ന ജയസംഹിത, മഹാഭാരതത്തിൻ്റെ യഥാർത്ഥ പേര് ജയസംഹിത എന്നാണ്. നമ്മൾ ഈ വായിക്കുന്ന വ്യാസമഹാഭാരതം എന്ന ജയസംഹിത എഴുതിയേക്കുന്ന വേദവ്യാസൻ്റെ യഥാർത്ഥ പേര് കൃഷ്ണദ്വൈപായനൻ എന്നാണ്. അപ്പോൾ വേദവ്യാസൻ എന്ന് പറയുന്നൊരു പട്ടപ്പേരാണോ? അതെ. ഇപ്പോൾ വേദവ്യാസൻ കൃഷ്ണദ്വൈപായനനാണ്. അപ്പോൾ അടുത്ത മന്വന്തരത്തിൽ വേദവ്യാസൻ എന്ന് പറയുന്ന ഈ സ്ഥാനത്ത് മറ്റൊരാൾ വരണമല്ലോ. അടുത്ത മന്വന്തരത്തിൽ വേദവ്യാസനാവാൻ പോണത് ആരാണെന്നറിയോ? അശ്വത്ഥാമാവ്. അത്രയും വലിയൊരു സ്ഥാനം അലങ്കരിക്കാൻ പോകുന്ന ആളായതുകൊണ്ടാണ് ചിരഞ്ജീവിയായി ഇത്രയും കാലവും നിന്നത്. ഞാൻ ഒന്നുകൂടെ പറയാം. വൈവസ്വതം അനുഭരിക്കുന്ന വൈവസ്വത മന്വന്തരം എന്ന് പറയുന്ന ഈ 7ാമത്തെ മന്വന്തരം, ഈ മന്വന്തരത്തിലെ വേദവ്യാസൻ എന്ന പട്ടം അലങ്കരിക്കുന്ന മഹർഷിയുടെ പേര് കൃഷ്ണദ്വൈപായനൻ എന്നാണ്. അപ്പോൾ ആ പോസ്റ്റ് അടുത്ത മന്വന്തരത്തിൽ അലങ്കരിക്കാൻ പോകുന്ന ആളുടെ പേരാണ് അശ്വത്ഥാമാവ്. അപ്പോൾ അശ്വത്ഥാമാവ് അടുത്ത വേദവ്യാസനാകാൻ പോകുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ ആയിരിക്കണം ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ വേദവ്യാസനും അശ്വത്ഥാമാവിനും കൂടെ ഒരുമിച്ച് പ്രതിഷ്ഠയുള്ളത്. നിങ്ങൾ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പോകുമ്പോൾ ശ്രീപത്മനാഭനെ തൊഴുതതിന് ശേഷം പുറത്തോട്ട് പോകാറാവത്. പക്ഷേ പോകുന്ന വഴി ഉഗ്രനരസിംഹത്തിൻ്റെ പ്രതിഷ്ഠയുണ്ട്. ആ പ്രതിഷ്ഠ ആ ശ്രീകോവിലിൻ്റെ അടുത്തുകൂടെ സൈഡിൽ കൂടെ ഒരു വഴി ഇങ്ങനെ പോകുമ്പോൾ അവിടെ വേദവ്യാസൻ്റെയും അശ്വത്ഥാമാവിൻ്റെയും പ്രതിഷ്ഠയുണ്ട്. അവരെ രണ്ടുപേരെയും ഒരേ പീഠത്തിലായിരുത്തിയേക്കുന്നത്. കാരണം ഈ കാലഘട്ടത്തിലെ വേദവ്യാസൻ കൃഷ്ണദ്വൈപായനൻ, അടുത്ത കാലഘട്ടത്തിൽ അടുത്ത കൽപ്പത്തിൽ വേദവ്യാസനാകാൻ പോകുന്നത് അശ്വത്ഥാമാവ്. തീർന്നിട്ടില്ല. അശ്വത്ഥാമാവിന് ഇനിയും റോളുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഈ കൽപ്പത്തിൽ ഒരു സെറ്റ് സപ്തർഷികളുണ്ട്. അപ്പോൾ അടുത്ത കൽപ്പത്തിൽ സപ്തർഷികൾ മാറുമല്ലോ. അടുത്ത കൽപ്പത്തിൽ സപ്തർഷികളാവാൻ പോകുന്ന 4 പേർ ആരൊക്കെയെന്നറിയോ? കൃപാചാര്യർ, ഇപ്പോഴത്തെ വേദവ്യാസൻ കൃഷ്ണദ്വൈപായനൻ, അതുപോലെ ഭഗവാൻ പരശുരാമൻ, കൂടെ അശ്വത്ഥാമാവ്. അശ്വത്ഥാമാവ് അടുത്ത കൽപ്പത്തിൽ വേദവ്യാസനുമാകും, സപ്തർഷികളിൽ ഒരാളുമാകും. അപ്പം അങ്ങനൊരു ഡ്യൂട്ടി അശ്വത്ഥാമാവിന് കിടപ്പുണ്ട്. നമ്മുടെ ഈ ചിരഞ്ജീവികളുണ്ടല്ലോ, ചിരഞ്ജീവികളെ പറയുന്നുണ്ടല്ലോ, ഹനുമാൻ, പരശുരാമൻ, കൃപാചാര്യർ, വേദവ്യാസൻ, അശ്വത്ഥാമാവ്, മഹാബലി, വിഭീഷണൻ. ഈ 7 ചിരഞ്ജീവികൾക്കും ഫ്യൂച്ചറിൽ റോളുകൾ ഉള്ളതുകൊണ്ടാണ് അവർ ചിരഞ്ജീവികളായിട്ടിരിക്കുന്നത്. 4 ചിരഞ്ജീവികളുടെ റോള് പറഞ്ഞല്ലോ, പരശുരാമൻ, കൃപാചാര്യർ, അശ്വത്ഥാമാവ്, വേദവ്യാസൻ. ഇവർ 4 പേരും അടുത്ത സപ്തർഷികളാകുന്നുണ്ട്. സപ്തർഷികളിൽ 4 പേരായി മാറുന്നുണ്ട്. പിന്നെ അശ്വത്ഥാമാവ് അടുത്ത വേദവ്യാസനും ആകുന്നുണ്ട്. ഇനി മറ്റ് ബാക്കിയുള്ള 3 പേരുടെ കാര്യവും കൂടെ പറയാം. വിഭീഷണൻ ധർമ്മത്തിനെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ആളെന്നാണ് പറയുന്നത്. പിന്നെ വരുന്നത് മഹാബലി. ഇപ്പോഴത്തെ ദേവേന്ദ്രൻ്റെ പേര് പുരന്ധരൻ എന്നാണ്. അടുത്ത ദേവേന്ദ്രനാകാൻ പോകുന്നത് മഹാബലിയാണ്. പിന്നെ ഹനുമാൻ സ്വാമി അടുത്ത ബ്രഹ്മാവാകും. ഈ കാലഘട്ടത്തിൽ, അതായത് ഇപ്പോഴത്തെ ബ്രഹ്മാവ് കഴിഞ്ഞതിന് ശേഷം അടുത്തത് ബ്രഹ്മാവാകാൻ പോകുന്നത് ഹനുമാൻ സ്വാമിയാണ്. അപ്പോൾ ചിരഞ്ജീവികൾക്ക് ഒരു ദൗത്യം കിടപ്പുണ്ട്. അപ്പോൾ അശ്വത്ഥാമാവിൻ്റെ ദൗത്യം കേട്ടല്ലോ. അതുകൊണ്ട് തന്നെ ഇനി അശ്വത്ഥാമാവ് മോശക്കാരൻ എന്ന് പറയുമ്പോൾ മനസ്സിലാക്കിക്കൊള്ളുക, യഥാർത്ഥ അശ്വത്ഥാമാവ് മോശക്കാരനല്ല, ഒരുപാട് പ്രത്യേകതകളുള്ള ആളാണ്. അതുപോലെ തന്നെ ഇനി പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പോകുമ്പോൾ എന്നെ കൂടെ ആലോചിക്കുക. ഓക്കെ. അപ്പോൾ കൃഷ്ണനും പാണ്ഡവരും നേരെ ഗാന്ധാരിയെയും ധൃതരാഷ്ട്രയും പോയി കണ്ടു. അവിടെ പോയി കണ്ടതിന് ശേഷം ധൃതരാഷ്ട്രർ തൻ്റെ പുത്രന്മാരുടെ ഘാതകനായ ഭീമനെ ഞെക്കിക്കൊല്ലുവാനായി അടുത്തേക്ക് വരാൻ പറഞ്ഞു. അവിടെ ഭീമൻ്റെ സ്ഥാനത്ത് ഭീമൻ്റെ ഒരു ഇരുമ്പ് പ്രതിമ കൃഷ്ണൻ കൊണ്ടുവച്ചു. ഗാന്ധാരിയുടെ ക്രോധം അവർക്ക് സഹിക്കേണ്ടി വന്നു. ആ കണ്ണിൽ നിന്ന് വന്ന തപസ്സിൻ്റെ അഗ്നി, ആ അഗ്നി കൊണ്ട് യുധിഷ്ഠിരൻ്റെ വിരലുകൾ പൊള്ളിപ്പോയി. ശേഷം ഭീമൻ പലതവണ ഗാന്ധാരിയോട് ക്ഷമയാചിച്ചു. ഗാന്ധാരി അവിടെ മരിച്ചു കിടക്കുന്ന എല്ലാ മഹാരഥന്മാരെയും കണ്ടു. ഇവരെയൊക്കെ കണ്ട് ഗാന്ധാരി വിലപിക്കുന്നുണ്ട്. എന്ത് കിട്ടി എന്ന് ചോദിക്കുന്നു. എല്ലാം നശിച്ചല്ലോ എന്ന് പറയുന്നുണ്ട്. കൃഷ്ണനോട് പറഞ്ഞു, കൃഷ്ണ, നീ വിചാരിച്ചിരുന്നെങ്കിൽ നിനക്കിതെല്ലാം നിർത്താൻ കഴിയുമായിരുന്നല്ലോ. കൃഷ്ണൻ ശ്രമിച്ചു, പക്ഷെ നടന്നില്ല. അവരാരും ഒതുങ്ങിയില്ലല്ലോ. അപ്പോൾ നീ കാരണമാണ് ഇതെല്ലാം ഉണ്ടായത്. അതുകൊണ്ട് ഞാൻ നിന്നെ ശപിക്കുകയാണ്. നിൻ്റെ കുലം മുടിയും, നിൻ്റെ ബന്ധുജനങ്ങളെല്ലാം അവസാനിക്കും. നീയും കാട്ടിലേകനായിരുന്ന് ഒരുവൻ്റെ അമ്പെയ്ത്ത് കൊണ്ട് നീയും ഒടുങ്ങും എന്നൊരു ശാപം ഗാന്ധാരി കൊടുത്തു. കൃഷ്ണൻ ഒരു പുഞ്ചിരിയോടുകൂടി അത് കേട്ടു. കൃഷ്ണൻ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നിന്നിട്ട് ഗാന്ധാരിയോട് പറഞ്ഞു, അമ്മേ, ഞാനല്ലാതെ മറ്റാർക്കും യാദവരെ വധിക്കാൻ കഴിയത്തില്ല. അതുകൊണ്ട് അമ്മ പറഞ്ഞതുപോലെ
36 കൊല്ലത്തിന് ശേഷം യാദവർ തമ്മിലടിച്ച് തീരുക തന്നെ ചെയ്യും. പിന്നെ എൻ്റെ അന്ത്യം എന്നും പറഞ്ഞ് ചിരിച്ചുകൊണ്ട് കൃഷ്ണൻ ഇങ്ങനെ നോക്കി അവിടെ നിന്നു. ആളുകൾ വരെയും പോവുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നു. കൃഷ്ണൻ അവിടെ മിണ്ടാതെ നിന്നു. ഇനി അങ്ങോട്ട് നടക്കാൻ പോകുന്ന കാര്യങ്ങൾ ആ കണ്ണിലൂടെ കൃഷ്ണൻ മനസ്സിൽ കണ്ടു. മരിച്ചവർക്കുള്ള ഉദകക്രിയകൾ ചെയ്യുന്ന സമയത്ത് കുന്തി വന്ന് പാണ്ഡവരോട് പറയുന്ന ആ രംഗം കൃഷ്ണൻ മുൻകൂട്ടി കണ്ടു. അതുപോലെ തന്നെ സംഭവിക്കുകയും ചെയ്തു. കുന്തി വന്നിട്ട് യുധിഷ്ഠിരനോട് പറഞ്ഞു, യുധിഷ്ഠിരാ, ശത്രുപക്ഷത്തിൽ വീരനായ ഒരു യോദ്ധാവുണ്ടായിരുന്നു. ജനനം മുതൽ തന്നെ ഒരു യോദ്ധാവിന് വേണ്ട എല്ലാ ലക്ഷണങ്ങളും കൊണ്ട് പിറന്നവൻ, കവചകുണ്ടലങ്ങൾ കൊണ്ട് പിറന്നവൻ. നിങ്ങളവനെ സൂതപുത്രനായും രാധേയനുമായി കണ്ടു. എന്നാൽ അവൻ രാധേയനല്ല, കൗന്ദയനാണ്. നിങ്ങളുടെ ജ്യേഷ്ഠനാണ്, നിങ്ങളുടെ മുതിർന്ന ജ്യേഷ്ഠനാണ് എന്ന് പറയുന്നു. കുന്തി ഇത് പറഞ്ഞത് കേട്ടുടനെ തന്നെ പാണ്ഡവർ നടുങ്ങിപ്പോവുകയായിരുന്നു. യുധിഷ്ഠിരൻ നിലത്തിരുന്നു പോയി കരഞ്ഞുകൊണ്ട്, എന്തിനമ്മേ ഈ ക്രൂരകൃത്യം അമ്മ ചെയ്തു എന്ന് വിലപിച്ചു. മറ്റു പാണ്ഡവ സഹോദരന്മാരും വിലപിച്ചുകൊണ്ട് തലതാഴ്ത്തി നിൽക്കുക തന്നെയായിരുന്നു. ഒന്നും മിണ്ടിയില്ല. ഉടനെ തന്നെ യുധിഷ്ഠിരൻ കർണൻ്റെ പത്നിമാരെ അടുത്ത് വിളിച്ചു. എന്നിട്ട് അവരോടൊപ്പം യുധിഷ്ഠിരൻ സ്വയം കർണൻ ഉദകക്രിയ ചെയ്ത സമയത്ത് അത് കണ്ടുനിന്ന എല്ലാവരും വിലപിച്ചു. കാലത്തിൻ്റെ തീരുമാനമനുസരിച്ച് സ്വന്തം ജ്യേഷ്ഠനെ വെറുക്കേണ്ടി വന്ന, വധിക്കേണ്ടി വന്ന പാണ്ഡവരുടെ ആ ഒരു ദൗർഭാഗ്യത്തെ ആലോചിച്ച് അവർക്ക് ദുഃഖം തോന്നി. അതിനുശേഷം യുധിഷ്ഠിരന് വിഷാദരോഗമുണ്ടായി, ഡിപ്രഷൻ, വിഷാദരോഗമുണ്ടായി. എല്ലാവരും യുധിഷ്ഠിരനോട് സംസാരിച്ച് അദ്ദേഹത്തെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു. അദ്ദേഹത്തിന് രാജ്യവും വേണ്ട, ഒന്നും വേണ്ട എന്ന് തീരുമാനിച്ച് കാട് കയറുവാനായി ഒരുങ്ങി യുധിഷ്ഠിരൻ. അപ്പോൾ അർജുനനും ഭീമനും ചോദിച്ചു, പിന്നെ എന്തിനാണ് നമ്മളിതെല്ലാം ചെയ്തു കൂട്ടിയത് എന്ന ചോദ്യം. എന്തിന് 100 പേരെ ഞാൻ എൻ്റെ കൈകൊണ്ട് വധിച്ചു ജ്യേഷ്ഠ എന്ന് ഭീമൻ്റെ ചോദ്യം. അങ്ങനെ പല ആളുകൾ സംസാരിച്ചു, വേദവ്യാസൻ ഉപദേശിച്ചു. അങ്ങനെ പല ഉപദേശങ്ങൾക്കൊടുവിൽ യുധിഷ്ഠിരൻ രാജ്യം സ്വീകരിച്ചു. അവരുടെ പിതാമഹനായ ഭീഷ്മരെടുത്ത് പോയി പല തലമുറകൾ നീണ്ടു നിൽക്കുന്ന അറിവ് അദ്ദേഹത്തിൽ നിന്ന് സ്വായത്തമാക്കി ആ മഹാനും സ്വർഗാരോഹണം ചെയ്തു. ഇതെല്ലാം ശ്രീകൃഷ്ണൻ മനസ്സിൽ കണ്ടു. അപ്പോഴും ഒരു ചോദ്യത്തിനുള്ള മറുപടി ശ്രീകൃഷ്ണൻ ഗാന്ധാരിക്ക് കൊടുത്തില്ല. ശ്രീകൃഷ്ണൻ പതുക്കെ അത് നമ്മളോട് പറയുകയാണ്, ഈ യുഗാന്തരം കൃഷ്ണൻ എന്ന ഈ ശരീരത്തിന് മാത്രമേ അന്ത്യമുണ്ടാവുന്നുള്ളൂ. അരാജകത്വം നിറഞ്ഞ അസുരന്മാർ ക്ഷത്രിയരായി ജന്മമെടുത്തപ്പോൾ അവരെ ഉന്മൂലനം ചെയ്ത് ധർമ്മസംസ്ഥാപനം നടത്തുവാനായി ഞാൻ ജനിച്ചു. എൻ്റെ അവതാരോദ്ദേശം പൂർത്തിയാകുമ്പോൾ ഈ ശരീരവും ഈ കൃഷ്ണൻ പരിത്യജിച്ചേ മതിയാവുള്ളൂ. കൃഷ്ണൻ എന്ന ഈ ശരീരം അവസാനിക്കുന്ന ആ നാൾ ദ്വാപരയുഗത്തിൻ്റെ അന്ത്യമായിരിക്കും. പിന്നീട് കലിയുഗമായിരിക്കും വരാൻ പോകുന്നത്. കലിയുഗം ഘോരത മാത്രം നിറഞ്ഞ യുഗം, സ്നേഹത്തിൽ വഞ്ചന കലർത്തുന്ന യുഗം, വിശ്വാസത്തിലും വഞ്ചന കലർത്തുന്ന യുഗം, സത്യത്തെ മറച്ചു വെച്ചുകൊണ്ട് അസത്യത്തെ ആരാധിക്കുന്ന യുഗം, ജ്ഞാനത്തിന് മുകളിൽ അജ്ഞാനം സ്ഥാനം പിടിക്കുവാനായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന യുഗം, ദൈവിക ശക്തികളെ തള്ളിപ്പറയുകയും ആസുരീയ ശക്തികളെ ആരാധിക്കുകയും ചെയ്യുന്ന യുഗം, വേദങ്ങളെയും വേദാന്തങ്ങളെയും വേദവാക്യങ്ങളെയും എല്ലാം വളച്ചൊടിച്ചുകൊണ്ട് ആൾ ദൈവങ്ങൾ വരുന്ന യുഗം, പാടിപ്പുകഴ്ത്തി ആൾ ദൈവങ്ങൾ ഈശ്വരനിൽ നിന്ന് മനുഷ്യരെ അകറ്റുന്ന യുഗം. അങ്ങനെ പല ഘോരതയും നിറഞ്ഞ അങ്ങനെയൊരു യുഗം വരും, കലിയുഗം. ആ യുഗത്തിലും സന്തുലനാവസ്ഥ നിലനിർത്തുവാനായി ഞാൻ പല മനുഷ്യരുടെയും സാരഥ്യം വഹിക്കും. ഒടുവിൽ ആ യുഗത്തിൻ്റെ ഘോരത കൂടി വരുന്ന സമയത്ത് വീണ്ടും ഞാൻ അവതാരമെടുക്കുക തന്നെ ചെയ്യും ധർമ്മ സംസ്ഥാപനത്തിനായി. ഇതിന്ന് തുടങ്ങിയതല്ല, ഇന്നലെ തുടങ്ങിയതല്ല, ഇതതിനു മുന്നേ തുടങ്ങിയതാണ്. ഇനിയും ഇത് ആവർത്തിച്ചു കൊണ്ടേയിരിക്കും. പല യുഗങ്ങൾ വരുമ്പോഴും പോകുമ്പോഴും, പല യുഗങ്ങളിലും അരാജകത്വം കൂടി വരുമ്പോഴും അധർമ്മം കൂടി വരുമ്പോഴും ധർമ്മ സംസ്ഥാപനം ചെയ്യുവാനായി ഞാൻ ജനിച്ചുകൊണ്ടേയിരിക്കും. നരനായി, മൃഗമായി, നരസിംഹമായി, കയ്യിൽ കോദണ്ഡമേന്തിക്കൊണ്ട്, അല്ലെങ്കിൽ ഖണ്ഡപരശു ഏന്തിക്കൊണ്ട്, അല്ലെങ്കിൽ ശാരംഗമേന്തിക്കൊണ്ട്, അല്ലെങ്കിൽ കലപ്പയേന്തിക്കൊണ്ട്, അല്ലെങ്കിൽ ചക്രം ധരിച്ചുകൊണ്ട്, അല്ലെങ്കിൽ വെളിച്ചമാകുന്ന ഉടവാളേന്തിക്കൊണ്ട്, പല ആയുധമേന്തിക്കൊണ്ട് ഞാൻ അവതരിക്കുക തന്നെ ചെയ്യും. ധർമ്മ സംസ്ഥാപനം നടത്തുക തന്നെ ചെയ്യും. സംഭവാമി യുഗേ യുഗേ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്തേക്കുക. നമ്മുടെ ചാനലിലേക്ക് നിങ്ങൾ ആദ്യമായിട്ടാണ് വരുന്നതെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നമ്മുടെ ചാനലിലെ കണ്ടൻറ്റുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബന്ധുമിത്രാദികൾക്കും പറ്റുമെങ്കിൽ ശത്രുക്കൾക്കും ഒന്ന് അയച്ചു കൊടുക്കുക. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു കണ്ടൻറ്റുമായി കാണുന്നത് വരെ